Welcome back to Wings Academy CBSE online classes. Myself Tasnim. അപ്പോ നമ്മൾ ഇന്ന് എടുക്കാൻ പോണത് നമ്മുടെ ബയോളജിയിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള സെൽ ദ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ലൈഫിലെ പാർട്ട് 3 വീഡിയോ ആണ്. അപ്പൊ ഓൾറെഡി നമ്മൾ രണ്ട് പാർട്ട് വീഡിയോസ് കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ചാപ്റ്ററിലെ ലാസ്റ്റത്തെ ഭാഗമായിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ആണ് നമ്മൾ ഈ പാർട്ട് 3 വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ്. അപ്പോ ആദ്യത്തെ രണ്ട് വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കണ്ട് എല്ലാം ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് നമ്മുടെ ടോപ്പിക്സിലേക്ക് കടന്നാലോ. ആദ്യം തന്നെ നമ്മളോട് ഇവിടെ ചോദിക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ സെൽസ് ഡിവൈഡ് ചെയ്യണേന്നും അതേപോലെ തന്നെ സെൽ ഗ്രോ ചെയ്യണതും എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ നമ്മൾ ഓൾറെഡി സെല്ലിനെ പറ്റി പഠിച്ചപ്പോ അതിൽ എന്താണ് സെല്ലെന്നും സെല്ലിലുള്ള ഓർഗനൽസ് ഓരോ ഓർഗനൽസിന്റെയും ഫങ്ഷൻസ് ഒക്കെ നമ്മൾ കൃത്യമായി പഠിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലേ. ഇനി എങ്ങനെയാണ് നമ്മുടെ ഈ ബോഡിയിൽ ഈ സെൽസ് ഗ്രോ ചെയ്യണേ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യണേ എന്നാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. നമ്മുടെ ബോഡിയിലെ സെൽസ് ഡിവൈഡ് ചെയ്യണത് എങ്ങനെയാന്ന് വെച്ചാല് ഓൾറെഡി നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന സെൽസ് ഉണ്ടാവുമല്ലോ, ആ സെൽസിൽ നിന്ന് അതായത് പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സെൽസിൽ നിന്നാണ് പുതിയ ഒരു സെൽസ് ഉണ്ടാവണേ. ഇവിടെ നോക്കാം, എ സ്മോൾ കട്ട് ഓൺ യുവർ സ്കിൻ ഇറ്റ് ഹീൽസ് ആഫ്റ്റർ ഫ്യൂ ഡേയ്സ് വെൻ ഹെയർ ഫാൾ ഔട്ട് ന്യൂ ഹെയർ വിൽ ഗ്രോ. അല്ലെ, നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു മുറിവോ അല്ലെങ്കിൽ നമ്മുടെ മുടി കൊഴിഞ്ഞു പോയൊക്കെ ചെയ്ത് കഴിഞ്ഞാല് അതൊക്കെ ഹീൽ ചെയ്ത് വരും. ഇപ്പൊ മുറിവുണ്ടായാൽ തന്നെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എന്ത് സംഭവിക്കും, അവിടെ പുതിയ സെൽസ് വന്ന് കവർ ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ മുടി എപ്പോഴും പൊഴിയുന്നുണ്ട് ഇല്ലേ, പക്ഷെ പുതിയ ഹെയർസ് എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രോ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെ കാരണമായിട്ട് എന്താണ് അവിടെ നടക്കണേന്നാണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇവിടെ നോക്കാം, cells in our body can grow and divide to replace the old, dead or damaged cells. കണ്ടോ, നമ്മുടെ ബോഡിയില് സെൽസ് എന്താണ് ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്, ഡെഡ് ആയിട്ടുള്ള സെൽസിനെ റീപ്ലേസ് ചെയ്യാനും അതേപോലെ തന്നെ ഡാമേജ്ഡ് ആയിട്ടുള്ള സെൽസിനെ റീപ്ലേസ് ചെയ്യാൻ. പിന്നെ എന്താണ് പറയണത്, അതേപോലെ തന്നെ ഓൾഡ് ആയിട്ടുള്ളത് പഴയ സെൽസിന് റീപ്ലേസ് ചെയ്യാനായിട്ടാണ് പുതിയ ഒരു സെൽ ഡിവിഷൻ നടക്കുന്നത്. അങ്ങനെ ഈ സെൽ ഡിവിഷൻ നടക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ പുതിയ സെൽസ് ആണ് ഫോം ചെയ്യുന്നത്. അവർ ഗ്രോത്ത് ഹാപ്പൻസ് ബിക്കോസ് സെൽ ഡിവൈഡ് ടു ഫോം ന്യൂ സെൽസ്. അല്ലെ, അപ്പൊ നമ്മുടെ ഗ്രോത്ത് എങ്ങനെയാണ് നടക്കുന്നത്, ഈ സെൽസ് ഡിവൈഡ് ചെയ്താണ് എന്ത് സംഭവിക്കുക, പുതിയ സെൽസ് ഉണ്ടാവണേ. അതേപോലെ തന്നെ നമ്മുടെ ഗ്രോത്ത് നടക്കണത് എങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ ആലോചിക്കേ, നമ്മൾ ചെറുതായിരുന്നപ്പോൾ ഉള്ള അതേ സൈസ് തന്നെയാണോ നമ്മളിപ്പോ വലുതായപ്പോഴും? അല്ലല്ലോ, നമ്മൾ നന്നായി പൊക്കം വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലെ സ്ട്രക്ചേഴ്സിന് മാറ്റം വന്നിട്ടുണ്ട് ഇല്ലേ. അപ്പൊ ഇതൊക്കെ സംഭവിക്കുന്നത് ഈ സെൽ ഡിവിഷൻ കാരണമാണ്. സെൽ ഡിവിഷൻ ആണ് മെയിൻ ആയിട്ട് നമ്മുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാര്. ഇനി ഈ സെൽ ഡിവിഷൻ എങ്ങനെയാണ് നടക്കണേന്ന് മനസ്സിലാവാനായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു എക്സ്പെരിമെന്റ് നൽകിയിട്ടുണ്ട്. ഒരു ഒണിയൻ വെച്ചിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ ഇമേജിൽ കാണുന്ന പോലെ ഒരു ഒനിയൻ എടുത്തിട്ട് അതിന്റെ അടിയിലത്തെ ഈ ബൾബ് ഉണ്ടാവുമല്ലോ, ഈ റൂട്ട് വരുന്ന ഭാഗം, അത് ഒരു ജാറിലെ വെള്ളത്തിൽ മുക്കി വെക്കും. അങ്ങനെ മുക്കി വെച്ച് കഴിഞ്ഞാല് ഒരു 5-6 ദിവസം കഴിയുമ്പോൾ അതില് ഇതേപോലെ റൂട്ട്സ് എന്ത് ചെയ്യും, മുളയ്ക്കണത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതേപോലെ കണ്ടോ, ഇവിടെ റൂട്ട്സ് ഉണ്ടായിക്കണോ. അപ്പൊ ഇതേപോലെ റൂട്ട്സ് ഉണ്ടാവും. അപ്പൊ ഈ റൂട്ട്സ് നമ്മൾ എന്ത് ചെയ്യണം, ഒരു 5-6 ദിവസം കഴിഞ്ഞിട്ട് അത് പതുക്കെ കട്ട് ചെയ്തെടുക്കാം. റൂട്ടിന്റെ ടിപ്പ് പോർഷൻ വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ. കാരണം ടിപ്പ് പോർഷൻ ആണല്ലോ ഗ്രോ ചെയ്ത് വരാം. അപ്പൊ അവിടെയാണ് നല്ല ആക്റ്റീവ് ആയിട്ട് സെൽ ഡിവിഷൻ നമുക്ക് കാണാനായിട്ട് പറ്റാം. അപ്പോ ആ ടിപ്പ് പോർഷനിൽ നിന്ന്, അടിയിലത്തെ ആ ടിപ്പ് പോർഷനിൽ നിന്ന് ഒരു 2-3 സെന്റിമീറ്റർ ലെങ്ത്തിൽ റൂട്ട്സ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് 70% അസെറ്റോ ആൽക്കഹോൾ, കണ്ട 70% അസെറ്റോ ആൽക്കഹോളിൽ എന്ത് ചെയ്യണം, നമ്മ ഒരു 24 മണിക്കൂർ ഡിപ്പ് ചെയ്ത് വെക്കാം. ഇതുപോലെ ഒരു പെട്രി ഡിഷ് ഒക്കെ എടുത്ത് അതിൽ ആ റൂട്ട്സ് ഇട്ട് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാ, അതിലേക്ക് ഡിപ്പ് ചെയ്ത് വെക്കാം. അതിനുശേഷം 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാ, അത് വേറൊരു പെട്രി ഡിഷിലേക്ക് മാറ്റാം, ട്രാൻസ്ഫർ ചെയ്യാം. എന്നിട്ട് 70% എത്തനോൾ അതിലേക്ക് ഒഴിക്കാം. ഈ പെട്രി ഡിഷിലേക്ക് എന്ത് ചെയ്യാ, 70% എത്തനോൾ ഒഴിക്കാം.
ഈ എത്തനോൾ ഒഴിക്കുന്നത് നമുക്ക് ഈ റൂട്ട്സ് പ്രിസർവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്, പിന്നീട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണേ, ഈ എത്തനോളില് ഒഴിച്ചു വെക്കണേ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താന്ന് നോക്കാം നമുക്ക്. അങ്ങനെ നമ്മ 70% എത്തനോളിൽ ഇട്ട് വെച്ച ഈ റൂട്ട് ടിപ്പ് എന്ത് ചെയ്യാ, ഒരു സ്ലൈഡ് എടുത്തിട്ട് അതിലേക്ക് മാറ്റാം. നമുക്ക് ആവശ്യമുള്ള ഒരു റൂട്ട് ടിപ്പ് എടുത്ത് സ്ലൈഡിലേക്ക് മാറ്റാം. put 1 drop of dilute HCl on the root tip to soften the cells. കണ്ട, എന്താണ് നമുക്ക് ഇവിടെ ഒഴിക്കേണ്ടത്? HCl. ഇവിടെ ഇമേജ് കൊടുത്തിട്ടുണ്ട്. HCl ആണ് നമുക്ക് എന്ത് ചെയ്യണ്ടേ, ഈ ഒരു സ്ലൈഡിലേക്ക് ഒഴിച്ചു കൊടുക്കണ്ടേ. അങ്ങനെ HCl എന്തിനു വേണ്ടിയിട്ടാണ് ഒഴിക്കണേ? നമ്മുടെ ഈ റൂട്ട് ടിപ്പ് ഉണ്ടല്ലോ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണേ, ഈ HCl അതിലേക്ക് ഒഴിക്കണേ. കാരണം മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സെൽസ് ആയിരിക്കണം. ഭയങ്കര ഹാർഡ് ആയിട്ടുള്ള സെല്ലാവുമ്പോൾ നമുക്ക് കാണാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ സോഫ്റ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണേ, ഈ HCl ഒഴിക്കണേ. അതിനുശേഷം 10-15 മിനിറ്റ് നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ഇട്ട് വെച്ച ആ റൂട്ട് എന്ത് ചെയ്യാ, നമുക്ക് റിൻസ് ചെയ്യാം. റിൻസ് ചെയ്യുന്നത് എന്തിനാ? റിൻസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ, വാഷ് ചെയ്യാം. വാഷ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാ, അതിലേക്ക് 2 to 3 drops of acetocarmine. എന്താ അവിടെ ഒഴിക്കേണ്ടത്? acetocarmine. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇമേജ്. ഈ acetocarmine എന്ന് പറയുന്നത് ഒരു സ്റ്റെയിൻ ആണ്. അപ്പൊ ഈ സ്റ്റെയിനിന്റെ കളർ എന്ന് പറയുന്നത് ഒരു നല്ല ഡാർക്ക് റെഡ് കളറാണ്. അപ്പോ നമ്മൾ ഈ സ്റ്റെയിന് ഈ റൂട്ടിലേക്ക് ഒഴിക്കുമ്പോ അവിടെ ആ റൂട്ടിലുള്ള സെല്ലുകൾ ഉണ്ടല്ലോ ആ സ്റ്റെയിനിനെ വലിച്ചെടുക്കും. അപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പല പല ഷെയ്ഡ്സിൽ ആ സെല്ലിന്റെ പല ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഓരോ ഭാഗങ്ങളും പല കോൺസെൻട്രേഷനിലായിരിക്കും ആ ഒരു സ്റ്റെയിനിന്റെ കളർ വലിച്ചെടുക്കാം. അപ്പൊ നമുക്ക് നല്ല ഭംഗിയിൽ കാണാൻ പറ്റും. അല്ലെങ്കിൽ ഈ റൂട്ട് വെള്ള കളറായിട്ടല്ലേ ഇരിക്കണേ. അപ്പൊ നമ്മൾ മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കുമ്പോൾ വൈറ്റ് കളർ ആകുമ്പോൾ നമുക്ക് എല്ലാം ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റില്ല. അപ്പോ ഈ സ്റ്റെയിൻ ഒഴിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നല്ല ക്ലിയർ ആയിട്ട് ആ ഒരു സെൽസിനെ കാണാനായിട്ട് പറ്റാം. അങ്ങനെ ഈ ഒരു സ്റ്റെയിൻ ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇവിടെ ചൂടാക്കണി അല്ലേ. ലീവ് ദ സ്ലൈഡ് ഫോർ 5 to 10 minutes and then gently warm it over a spirit lamp. എന്ത് ചെയ്യാ, 10-15 മിനിറ്റ് നമ്മൾ ആ സ്റ്റെയിനിൽ ഇട്ട് വെച്ചതിന് ശേഷം നമ്മൾ അത് എന്ത് ചെയ്യാ, പതുക്കെ ഒന്ന് ചൂടാക്കാം. ഭയങ്കരമായിട്ട് ചൂടാക്കിയത് സംഭവം കരിഞ്ഞു പോകും. നന്നായിട്ടൊന്ന് സ്റ്റെയിൻ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതൊന്ന് പതുക്കെ ഒന്ന് ചൂടാക്കാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാ, അതിൽ നിന്ന് ഒരു ചെറിയ പോർഷൻ റൂട്ട് ടിപ്പ് ചെയ്തെടുക്കാം. ചെയ്ത് എടുത്തതിന് ശേഷം അതിന്റെ മേലെ കൂടെ അത് കട്ട് ചെയ്തത് വേറൊരു സ്ലൈഡിലേക്ക് മാറ്റിയിട്ട് അതിന്റെ മേലെ ഒരു കവർ ഗ്ലാസ് ഇടും. കവർ ഗ്ലാസ് എന്ന് പറയുന്നത് ഒരു തിന്നായിട്ടുള്ള ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ആണ്. അപ്പോ അത് വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, ഇവിടെ പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ സെൽസ് ഒക്കെ ഒന്ന് പരക്കും. അതിലുള്ള സെല്ലുകളൊക്കെ എന്ത് ചെയ്യും, ഒന്ന് പരന്നു വരും. അപ്പൊ നമുക്കത് വ്യൂ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. ഇവിടെ നോക്കാം. നമുക്ക് എന്നിട്ട് മൈക്രോസ്കോപ്പിന്റെ അടിയിൽ വെച്ച് ആ സ്ലൈഡ് ഒന്ന് നോക്കാം. അപ്പൊ നമുക്ക് ഇതുപോലെ കുറെ സെൽസുകൾ പല പല ഒരു ഡിസൈനിലൂടെ കാണാൻ പറ്റുന്നുണ്ട് ഇല്ലേ. ഇതെന്ന് പറയണത് സെൽ ഡിവിഷൻ നടക്കണ സെൽസാ. കാരണം നമ്മൾ എടുത്തത് റൂട്ട് ടിപ്പാണ്. റൂട്ട് ടിപ്പില് എപ്പോഴും സെൽ ഡിവിഷൻ നടന്നുകൊണ്ടിരിക്കും. കാരണം റൂട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കല്ലേ. അപ്പൊ അതിൽ സെൽ ഡിവിഷൻ നടന്നുകൊണ്ടിരിക്കും. അപ്പോ ആ സെൽ ഡിവിഷന്റെ പല പല സ്റ്റേജസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. പല സെല്ലുകളിലും സെൽ ഡിവിഷന്റെ പല പല സ്റ്റേജസ് ആയിരിക്കും നടക്കണ്ടാവുക. അതാണ് ഇതൊക്കെ വ്യത്യസ്തമായിട്ടിരിക്കുന്ന ഈ ഇമേജസ്. അപ്പോ നമുക്ക് ആ ഒരു റൂട്ട് ടിപ്പ് എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ സെൽ ഡിവിഷൻ കാണാൻ പറ്റും. അപ്പൊ നമുക്ക് മനസ്സിലായി എന്ത്, ഗ്രോയിങ് പാർട്സിൽ നമുക്ക് എന്ത് കാണാനായിട്ട് പറ്റും, സെൽ ഡിവിഷൻ കാണാനായിട്ട് പറ്റും. എങ്ങനെയാണ് ഈ സെൽ ഡിവിഷൻ നടക്കണേ, ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന സെല്ലിൽ നിന്നാണ് എന്ത് സംഭവിക്കുക, പുതിയ സെൽസ് ഉണ്ടാവുക. അപ്പൊ പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സെൽസിൽ നിന്നാണ് ആരുണ്ടാവണേ, ന്യൂ സെൽസ് ഫോം ചെയ്യണത്. നമുക്ക് ഇതിന്റെ ഇൻഫറൻസ് എന്താണെന്ന് നോക്കാം. The cells at the onion root tip are actively dividing. അല്ലേ, നല്ല ആക്റ്റീവ് ആയിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആര്, നമ്മുടെ യൂണിയൻ റൂട്ട് ടിപ്പിലെ സെൽസ് എന്ന് പറയുന്നത്. ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് സെൽ ഡിവിഷൻ ക്യാൻ ബി ഒബ്സർവ്ഡ് അണ്ടർ ദ മൈക്രോസ്കോപ്പ്. നമുക്ക് കണ്ടില്ലേ, ഇവിടെ ഇമേജ് കണ്ടു ഇല്ലേ, പല പല സ്റ്റേജസ് ആണ് സെൽ ഡിവിഷന്റെ. പല പല സ്റ്റേജസ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ അടുത്ത നോക്കാം. The new cells are formed from pre-existing cells through a process called cell division. അപ്പോ
സെൽ ഡിവിഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് വഴി പുതിയ സെൽസ് ഉണ്ടാവുകയാണ്. എങ്ങനെയാണ് അത് ഉണ്ടാവണേ? പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളത്. പ്രീ എക്സിസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ അവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന സെല്ലിൽ നിന്നാണ് എന്ത് സംഭവിക്കണേ? പുതിയ സെൽസ് ഉണ്ടാവണേ. അപ്പൊ ഈ ഒരു വഴി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എങ്ങനെയാണ് പുതിയ സെൽ ഉണ്ടാവണേന്നും എന്താണ് സെൽ ഡിവിഷൻ എന്നാണ് ഈ ഒരു വരിയിൽ പറയണേ. അപ്പൊ ആ ഒരു വരി നന്നായി പഠിച്ചു വെക്കാം. എല്ലാം പഠിക്കണം, പക്ഷെ ഇതിനൊരു ഇത്തിരി ഇമ്പോർട്ടൻസ് കൊടുത്ത് എന്താണ് സെൽ ഡിവിഷൻ എന്നുള്ള കാര്യം പഠിച്ചു വെക്കാം. ഇനി നമ്മുടെ ഈ സെൽ ഡിവിഷൻ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. രണ്ട് ടൈപ്പ് സെൽ ഡിവിഷൻ ആണ് നമുക്ക് നമ്മളിൽ കാണാനായിട്ട് പറ്റാം. ഇവിടെ നോക്കാം. ദേ ആദ്യത്തെ സെൽ ഡിവിഷന്റെ പേരാണ് എന്ത്? മൈറ്റോസിസ്. രണ്ടാമത്തെ സെൽ ഡിവിഷന്റെ പേരാണ് എന്ത്? മിയോസിസ്. എന്താണ് മൈറ്റോസിസ്, എന്താണ് മിയോസിസ് എന്ന് നമുക്ക് ഇത്തിരി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. വളരെ ഭയങ്കരമായിട്ട് ഡീപ്പായിട്ടല്ല, എന്നാലും ഒരു ഓവർവ്യൂ, അതിന്റെ ഒരു ഓവർവ്യൂ നമുക്ക് പഠിക്കാനുണ്ട്. ഇവിടെ നോക്കാം. മൈറ്റോസിസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ഫോർ ഗ്രോത്ത്, റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ദ ബോഡി സെൽസ്. അപ്പോ നമ്മുടെ ബോഡിയിലുള്ള സെൽസിന്റെ റിപ്പയറിന് വേണ്ടി, അല്ലെങ്കിൽ ഡാമേജ്ഡ് ആയിട്ടുള്ള സെൽസിനെ മാറ്റാൻ വേണ്ടി, അതേപോലെ തന്നെ ഗ്രോത്ത് നടക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള സെൽ ഡിവിഷനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? മൈറ്റോസിസ് ഡിവിഷൻ. അപ്പൊ നമ്മുടെ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഡിവിഷൻ ഏതാന്ന് വെച്ചാൽ നമ്മൾ ഏത് എഴുതും? മൈറ്റോസിസ് എന്ന് എഴുതണം. അതേപോലെ തന്നെ നമ്മൾ ഡാമേജ്ഡ് ആയിട്ടുള്ള സെൽസിനെ റിപ്പയർ ചെയ്യുന്നത് ഏത് ഡിവിഷനാന്ന് വെച്ചാൽ എന്ത് എഴുതും? മൈറ്റോസിസ്. അപ്പൊ അതൊക്കെയാണ് മൈറ്റോസിസിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം എന്താണ് മിയോസിസ് നോക്കാം. രണ്ടാമത്തെ സെൽ ഡിവിഷൻ ആണ് ഏതെന്ന് പറയുന്നത്? മിയോസിസ്. മിയോസിസ് എന്താ? ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ഫോർ ഫോർമേഷൻ ഓഫ് ഗാമീറ്റ്സ്. അതായത് ഗാമീറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സെക്സ് സെൽസ് ആൻഡ് ജനറ്റിക് വേരിയേഷൻ. അപ്പോ മിയോസിസ് എന്ന് പറഞ്ഞ സെൽ ഡിവിഷൻ എവിടെയാണ് നടക്കുക? നമ്മുടെ ഗാമീറ്റ്സിലാണ് നടക്കുക. ഗാമീറ്റ്സ് എവിടെ ഉണ്ടാവുക? നമ്മുടെ റിപ്രൊഡക്റ്റീവ് ഓർഗൻസിലാണ് ഗാമീറ്റ്സ് ഉണ്ടാവുക, അല്ലെ? മെയിൽ ഗാമീറ്റ് ഉണ്ട്, ഫീമെയിൽ ഗാമീറ്റ് ഉണ്ട്. മെയിൽസിൽ കാണുന്നത് ഏതാ? സ്പേം എന്ന് പറഞ്ഞ മെയിൽ ഗാമീറ്റ് ആണ് കാണുക. ഫീമെയിൽസിൽ കാണുന്നത് ഏതാ? ഓവം എന്ന് പറഞ്ഞ ഒരു ഗാമീറ്റ് ആണ് എവിടെ കാണുക? ഫീമെയിൽസിന്റെ ഓവറിയിൽ കാണാം. അപ്പോ ഈ മെയിൽ ഗാമീറ്റും ഫീമെയിൽ ഗാമീറ്റിന്റെയും ഡിവിഷന് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഏതെന്ന് പറയുന്നത്? ഈ മിയോസിസ് ഡിവിഷൻ. അതേപോലെ തന്നെ ജനറ്റിക് വേരിയേഷനും ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഈ മിയോസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് എന്താണ് ഈ മിയോസിസ് പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാട്ടോ. നമുക്ക് ആദ്യം മൈറ്റോസിസ് ഡിവിഷൻ എന്താണെന്ന് നോക്കാം. ഇവിടെ നോക്കാം. Every human being's life as a single fertilized egg. അല്ലെ? എല്ലാ മനുഷ്യന്മാരുടെ ലൈഫ് തുടങ്ങുന്നത് എങ്ങനെയാ? ഒരു സിംഗിൾ ഫെർട്ടിലൈസ്ഡ് എഗ് ആണ്. അതായത് അതെന്താ ഉദ്ദേശിക്കുന്നത്? എങ്ങനെയാണ് നമ്മുടെ ജീവൻ നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ തുടങ്ങണേ? ഒറ്റ സെല്ലിൽ നിന്നാണ് നമ്മുടെ ജീവൻ തുടങ്ങണത്. അപ്പോ ആ ഒരു സെല്ല് എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്ത് പുതിയ സെല്ലുകൾ ഉണ്ടാക്കും. അപ്പൊ പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആ ഒരു സെല്ലിൽ നിന്നാണ് ആരുണ്ടാവണേ? പുതിയ സെൽസ് ഉണ്ടാവണേ. ദിസ് സെൽ ഡിവൈഡ്സ് റിപ്പീറ്റഡ്ലി ടു ഫോം ട്രില്യൺസ് ഓഫ് സെൽസ്. അല്ലെ? കുറെ സെല്ലുകൾ ഉണ്ടാവുന്നുണ്ട്. ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ബോഡി സെൽസ് ഒക്കെ ത്രൂ മൈറ്റോസിസ്. അപ്പൊ ഇങ്ങനെ ബോഡിയുടെ സെൽസിന്റെ നമ്പർ കൂട്ടാനായിട്ട് സഹായിക്കുന്ന ഡിവിഷൻ ഏതാ? മൈറ്റോസിസ് എന്ന് പറഞ്ഞ ഡിവിഷൻ ആണ്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് സെൽ ഡിവിഷൻ. അപ്പൊ നമ്മുടെ ബോഡിയിൽ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന സെൽ ഡിവിഷൻ ഏതാ? നമ്മുടെ ബോഡിയിൽ ഒരുവിധ എല്ലാ ഭാഗത്തും കാണാൻ പറ്റുന്ന സെൽ ഡിവിഷൻ എന്ന് പറയുന്നത് ഈ മൈറ്റോസിസ് ഡിവിഷൻ ആണ്. അപ്പൊ നമ്മൾ ഈ ഇമേജ് ഒന്ന് നോക്കാം. ഈ ഇമേജിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റും. ഇവിടെ ഒരു സെല്ലുണ്ട് ഇല്ലേ? ഈ സെൽ തന്നെയാണ് ഇവിടെ കാണിച്ചേക്കണേ. അപ്പൊ ഈ ഒരു സെല്ലിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? പാരന്റ് സെൽ എന്ന് പറയാ. ഇങ്ങനെ പറയുന്ന പേരാണ് പാരന്റ് സെൽ. അതായത് പാരന്റ് സെൽ എന്ന് പറയുന്നത് ഡിവൈഡ് ചെയ്യാൻ പോണ സെല്ലിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? പാരന്റ് സെൽ എന്ന് പറയാം. ഈ പാരന്റ് സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് രണ്ട് എന്തുണ്ടാക്കും? ഡോട്ടർ സെൽസിനെ ഉണ്ടാക്കും. അപ്പൊ ഈ സെൽസ് ആണ് എന്ത്? ഡോട്ടർ സെൽസ്. അപ്പോ ഒരു പാരന്റ് സെല്ല് ഡിവൈഡ് ചെയ്ത ഈ മൈറ്റോസിസ് വഴി എത്ര ഡോട്ടർ സെൽസ് ഉണ്ടാവും? 2 ഡോട്ടർ സെൽസ് ആണ് നമുക്ക് ഉണ്ടാവണേ. അപ്പൊ അത് ഓർത്ത് വെക്കണം. മൈറ്റോസിസ് ഡിവിഷനിലെ സെൽ ഡിവിഷൻ നടന്നു കഴിഞ്ഞാൽ 2 ഡോട്ടർ സെൽസ് ആണ് നമുക്ക് കിട്ടുക. One parent cell divides once, producing 2 daughter cells. They are genetically identical to the parents. അല്ലെ? ഈ പാരന്റ് സെല്ലിൽ നിന്ന് ഡിവൈഡ് ചെയ്തത് കൊണ്ട് അവര് ഈ പാരന്റ്സിന്റെ അതേ ഫീച്ചേഴ്സ് ഉള്ള
സെല്ലുകളായിരിക്കും പുതിയതുണ്ടാവുന്നത്. ഈ ഡോട്ടർ സെൽ എന്ന് പറയുന്നത് എന്താണ്? പാരന്റ്സിന്റെ അതേ ഫീച്ചേഴ്സ് ഉള്ളതായിരിക്കും. പാരന്റ് സെല്ലിന്റെ കേട്ടാ. അപ്പൊ നമ്മുടെ എല്ലാവരും ബോഡിയിലും ഉള്ള സെൽസ് നമുക്ക് പാരന്റ് സെൽ എന്ന് വിളിക്കാം. അപ്പൊ പുതിയ ഉണ്ടാവുന്ന സെൽസ് ആണ് എന്തെന്ന് പറയണത്? ഡോട്ടർ സെൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡോട്ടർ സെൽസിന് ആര് പ്രത്യേകതകളാണ് ഉണ്ടാവുക? പാരന്റ് സെല്ലിന്റെ എല്ലാ പ്രത്യേകതകളും ആർക്കുണ്ടാകും? ഈ ഡോട്ടർ സെൽസിന് ഉണ്ടാവും. അപ്പൊ ഈ ഡോട്ടർ സെൽസിന് എന്തൊക്കെയാണ് പാരന്റ്സിൽ നിന്ന് സെയിം ആയിട്ട് കിട്ടണേന്ന് നോക്കാം. ഒന്നാമത്തെയാണ് ദ സെയിം DNA. പാരന്റ് സെല്ലില് എങ്ങനെയാണോ DNA ഇരിക്കണേ അതേപോലെ തന്നെയായിരിക്കും എവിടെയും നമുക്ക് കാണാൻ പറ്റുക? ഡോട്ടർ സെൽസിലും കാണാൻ പറ്റുക. ഇനി അടുത്ത പോയിന്റ് നോക്കിയേ, ദ സെയിം നമ്പർ ഓഫ് ക്രോമസോംസ് ആസ് ദ പാരന്റ് സെൽ. പാരന്റ് സെല്ലില് എത്ര ക്രോമസോംസ് ഉണ്ടോ അതേ നമ്പർ ഓഫ് ക്രോമസോംസ് ആണ് എവിടെയും കാണാനായിട്ട് പറ്റാം? നമ്മുടെ ഡോട്ടർ സെൽസിനും കാണാൻ പറ്റുക. നമ്മുടെ ഹ്യൂമൻസിന്റെ കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാല് 46 ക്രോമസോംസ് ആണ് കാണാൻ പറ്റുക. 46 ആണ് നമ്മുടെ ക്രോമസോം നമ്പർ. അതായത് 23 പെയർ എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. ഓക്കെ, 23 പെയർ ക്രോമസോംസ് ആണ് ഉള്ളത്. അപ്പോ ഈ 46 ക്രോമസോംസ് ഉണ്ടെങ്കിൽ അതേപോലെ തന്നെയായിരിക്കും എവിടെ ഉണ്ടാവുക? പുതിയ ഡോട്ടർ സെൽസിലും ഉണ്ടാവുക. ഇനി ജനറ്റിക് ഇൻഫോർമേഷൻ ഈസ് മെയിൻറ്റെയിൻഡ് ഇൻ ദ ബോഡി. അപ്പോ നമ്മുടെ ഈ ക്രോമസോമില് ഉള്ള ജീനിലാണ് നമ്മുടെ എല്ലാ ജനറ്റിക് ഇൻഫോർമേഷൻസും നമ്മുടെ എല്ലാ ക്യാരക്ടേഴ്സും ക്യാരി ചെയ്യുന്നത് ആരാ? ജീൻസ് ആണ്. അപ്പൊ ആ ഒരു ജീൻസിന്റെ എല്ലാ ക്യാരക്ടേഴ്സും ഡോട്ടർ സെൽസിലേക്കും കിട്ടുകയാണ്. എന്തൊക്കെ ഫീച്ചേഴ്സ് ആ സെല്ലിനുണ്ടോ ആ ഫീച്ചേഴ്സ് മൊത്തം എവിടേക്ക് കിട്ടുന്നു? നമ്മുടെ ഡോട്ടർ സെൽസിലേക്ക് കിട്ടുന്നു. അങ്ങനെ നമ്മുടെ ജനറ്റിക് ഇൻഫോർമേഷൻ, ജനറ്റിക്കലി ഉള്ള എല്ലാ ക്യാരക്ടേഴ്സും പുതിയ സെല്ലിലേക്കും മൈറ്റോസിസ് ഡിവിഷൻ വഴി കിട്ടുകയാണ്. ഇനി നമുക്ക് എന്താണ് മൈറ്റോസിസിന്റെ ഇമ്പോർട്ടൻസ് എന്ന് നോക്കാം. ഇവിടെ നോക്കിയേ, ഗ്രോത്ത് ഓഫ് ദ ഓർഗാനിസം. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എന്താ? ഓർഗാനിസത്തിന്റെ ഒരു ജീവിയുടെ ഗ്രോത്തിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു അല്ലെ? നമ്മ ഇപ്പൊ വളർന്ന് ഇത്രയും വലുതായി. അതെങ്ങനെയാ? ഈ മൈറ്റോസിസ് എന്ന് പറഞ്ഞ സെൽ ഡിവിഷൻ നടക്കണോണ്ടാണ് നമ്മൾ ഇത്രയും വലുതാവുന്നത്. അപ്പൊ ഗ്രോത്തിന് വേണ്ടിയിട്ട് ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? നമ്മുടെ മൈറ്റോസിസ് എന്ന് പറഞ്ഞ സെൽ ഡിവിഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. റിപ്പയർ ഓഫ് ഡാമേജ്ഡ് ടിഷ്യൂസ് അല്ലെ? നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, നമ്മുടെ കൈയോ എവിടെയെങ്കിലൊക്കെ പൊട്ടിക്കഴിഞ്ഞാല് അവിടെ എന്ത് സംഭവിക്കും? ഈ മൈറ്റോസിസ് ഡിവിഷൻ നടന്ന് പുതിയ സെൽസ് ഉണ്ടാവും. ആ മൈറ്റോസിസ് ഡിവിഷൻ അവിടെ നടന്നില്ല എന്ന് വെക്കുക, എന്താ അവിടെ സംഭവിക്കുക? ആ പൊട്ടിയ ഭാഗം എന്ത് ചെയ്യും? ഒരു ചെറിയൊരു കുഴി പോലെ ഇരിക്കും. അപ്പൊ അവിടെ മൈറ്റോസിസ് ഡിവിഷൻ എന്ന് പറയുന്നത് എന്താണ്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി നോക്കാം, റീപ്ലേസ്മെന്റ് ഓഫ് വോൺ ഔട്ട് സെൽ. എന്താ വോൺ ഔട്ട് സെൽ എന്ന് പറയുമ്പോൾ ഡെഡ് ആയി പോയൊക്കെ സെല്ലുകൾ എന്ത് ചെയ്യുക? റീപ്ലേസ് ചെയ്യുക. അപ്പൊ ഈ എന്താ കുറെ നാള് കഴിയുമ്പോൾ ഈ സെൽസ് ഒക്കെ എന്ത് ചെയ്യും? ഡെഡ് ആവും. അവർക്ക് വയസ്സാവുമ്പോൾ എന്ത് ചെയ്യും? അവര് ഡെഡ് ആയി പോകും പതുക്കെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ആ ഭാഗത്ത് പുതിയ സെൽസിനെ കൊണ്ടുവരണം. അപ്പൊ ആ ഡെഡ് ആയിട്ടുള്ള സെൽസിനെ മാറ്റിയിട്ട് അവിടെ പുതിയ സെൽസ് എന്ത് ചെയ്യും? ഫോം ചെയ്യും. എല്ലാ സെൽസിനും അതിൻ്റെതായ ലൈഫ് സ്പാൻ ഉണ്ട്. ഒരു എന്താ ഏജ് അവർക്കുണ്ട്, ഒരു ടൈം ഉണ്ട്. അപ്പൊ ആ ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? ഡെഡ് ആയി പോകും. അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ കുറെ വേണ്ടാത്ത സെൽസുകൾ ഉണ്ടാവും ചില ടൈമിൽ. അപ്പൊ അവരൊക്കെ എന്ത് ചെയ്യും? പതുക്കെ എന്ത് ചെയ്യും? പുതിയ സെല്ലുകൾ വന്ന് റീപ്ലേസ് ചെയ്യും. പിന്നെ മെയിൻ്റനൻസ് ഓഫ് ബോഡി സ്ട്രക്ചർ. അപ്പോ അടുത്തതാണ് ബോഡി സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ. നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു പൊള്ളലോ എന്തെങ്കിലുമൊക്കെ ഏറ്റിട്ട് നമ്മുടെ കൈയോ എവിടെയെങ്കിലുമൊക്കെ വലിയ ഒരു ഭാഗം എന്താ സ്കിന്നൊക്കെ പോയി എന്ന് വിചാരിക്കുക. അപ്പൊ അവിടെ ചെറിയൊരു ഗ്രൂ പോലെ നമുക്ക് അവിടെ ഇരിക്കും ഇല്ലേ? അപ്പൊ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഈ മൈറ്റോസിസ് ഡിവിഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചവർക്ക് ചില ഭാഗങ്ങളിൽ നിന്നൊക്കെ ഈ നമ്മുടെ മൊത്തത്തില് ആ ഒരു മാംസം പോയി കഴിഞ്ഞാലും കുറെ നാള് കഴിയുമ്പോ അവിടെ പതിയെ സെൽസ് ഒക്കെ ഫോം ചെയ്ത് കവറായി വരുന്നത് കാണാം. അത് ഈ മൈറ്റോസിസ് എന്ന് പറഞ്ഞ സെൽ ഡിവിഷൻ നടക്കണോണ്ടാണ്. അപ്പോ നമ്മുടെ ആ ഒരു ബോഡി സ്ട്രക്ചർ മൊത്തത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഈ മൈറ്റോസിസ് സെൽ ഡിവിഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ മൈറ്റോസിസ് സെൽ ഡിവിഷന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. മൈറ്റോസിസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മയിൽ വേണം, മൈറ്റോസിസ് സെൽ ഡിവിഷൻ നടക്കുമ്പോൾ 2 ഡോട്ടർ സെൽസ് ആണ് ഉണ്ടാവണേ. പാരന്റ്സിന്റെ അതേ ജനറ്റിക് ഇൻഫോർമേഷൻ തന്നെയാണ് ആരിലും ഉള്ളത്? ഈ ഡോട്ടർ സെൽസിലുള്ളത്. മെയിൻ ആയിട്ട് ഈ മൈറ്റോസിസ് ഹെൽപ്പ് ചെയ്യണത് ഗ്രോത്ത്, റിപ്പയർ, ഡാമേജ്ഡ് ടിഷ്യൂസിനെ റീപ്ലേസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് സംഭവിക്കണേ? ഈ മൈറ്റോസിസ് സെൽ ഡിവിഷൻ നടക്കണേ. ഈ മെയിൻ പോയിന്റ്സ് നന്നായി ഓർത്ത് വെക്കുക. പിന്നെ ബാക്കി എല്ലാ പോയിന്റ്സും ഒക്കെ ഒന്ന് പഠിച്ചു വെക്കാം ട്ടാ. നമുക്ക് അടുത്ത സെൽ ഡിവിഷനിലേക്ക് കടന്നാലോ? അടുത്ത സെൽ ഡിവിഷൻ ആണ് ഏത്?
മിയോസിസ്. അപ്പൊ മൈറ്റോസിസ് കഴിഞ്ഞു, ഇനി അടുത്തതാണ് മിയോസിസ്. രണ്ടിന്റെയും ഡിഫറൻസ് നന്നായി മനസ്സിലാക്കി വെക്കണം. മിയോസിസ് എന്ന് പറഞ്ഞ സെൽ ഡിവിഷൻ എവിടെയാ നടക്കുക? ഓൺലി ഇൻ ദ സെൽസ് ഓഫ് റിപ്രൊഡക്റ്റീവ് ഓർഗൻസ്. നമ്മുടെ റിപ്രൊഡക്റ്റീവ് ഓർഗൻസിലുള്ള സെൽസിലാണ് മെയിൻ ആയിട്ട് ഇത് നടക്കുക. റിപ്രൊഡക്റ്റീവ് ഓർഗൻസിലാണ് നമ്മുടെ ഗാമേറ്റ്സ് ഫോം ചെയ്യണേ. അപ്പൊ ഗാമേറ്റ്സിലാണ് ഈ മിയോസിസ് എന്ന് പറഞ്ഞ സെൽ ഡിവിഷൻ നടക്കുക. ഇത് പ്രൊഡ്യൂസ് ഗാമേറ്റ്സ്. കണ്ടോ, ഗാമേറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ സെക്സ് സെൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഏത് ഡിവിഷൻ നടക്കണേ? മിയോസിസ് എന്ന് പറഞ്ഞ സെൽ ഡിവിഷൻ നടക്കുന്നത്. അപ്പോ ഇവിടെ നോക്കിയേ, അനിമൽസിന്റെ കേസ് എടുത്തു കഴിഞ്ഞാല് ടെസ്റ്റിസ് ഓഫ് മെയിൽസ് പ്രൊഡ്യൂസ് സ്പെർം. ഏതാണ് നമ്മുടെ മെയിൽസിലുള്ള മെയിൽ ഗാമേറ്റ്? ഏതാ? സ്പേം ആണ് അല്ലെ? ടെസ്റ്റിസിൽ നിന്നാണ് എന്തുണ്ടാവണേ? ടെസ്റ്റിസ് എന്ന് പറഞ്ഞ ഈ ഒരു റിപ്രൊഡക്റ്റീവ് ഓർഗനിൽ നിന്നാണ് ഏത് ഗാമേറ്റ് ഉണ്ടാവണേ? സ്പേം. സ്പേം എന്ന് പറയുന്നത് മെയിൽ ഗാമേറ്റ്. മെയിൽ ഗാമേറ്റ് ആണ്. ഇനി അടുത്തത് നോക്കിയേ, ഓവറീസ്. ഓവറീസ് എന്ന് പറഞ്ഞത് നമ്മുടെ ഫീമെയിലിൽ കാണുന്നതാണ്. അപ്പൊ ഫീമെയിലിന്റെ റിപ്രൊഡക്റ്റീവ് ഭാഗമായിട്ടുള്ള പാർട്ടായിട്ടുള്ള ഓവറീസിൽ നിന്ന് ഏതാണ് ഉണ്ടാവണേ? ഏത് ഗാമേറ്റ് ഉണ്ടാവണേ? എഗ്ഗുകളാണ് ഉണ്ടാവണേ. അപ്പൊ ഇതാണ് ഫീമെയിൽ ഗാമേറ്റ്. അപ്പൊ നമ്മുടെ അനിമൽസിന്റെ കേസിൽ ഇങ്ങനെയാണ്. ഇനി നമുക്ക് പ്ലാന്റ്സിന്റെ കേസ് എടുത്തു നോക്കാം. പ്ലാന്റ്സിന്റെ കേസിൽ ആന്തേഴ്സ് എന്താണ് പ്രൊഡ്യൂസ് ചെയ്യണേ? പൊള്ളൻ ഗ്രെയിൻസ്. അപ്പൊ ഇത് മെയിൽസ് ആണ്, മെയിൽ പാർട്ടാണ് ഏത് പ്രൊഡ്യൂസ് ചെയ്യുക? പൊള്ളൻ ഗ്രെയിൻസ്. ഇവിടെ നോക്കിയേ, നമ്മുടെ ഈ പൊള്ളൻ ഗ്രെയിൻസ് ഉണ്ടാവുന്നത് കണ്ടില്ലേ? ഇവിടെയാണ് പൂമ്പൊടി എന്നൊക്കെ നമ്മൾ പറയൂലേ, അതിലാണ് പൊള്ളൻ ഗ്രെയിൻസ് ഉള്ളത്. അപ്പൊ ഇവിടെ പൊള്ളൻ ഗ്രെയിൻസ് ഉണ്ടാവുന്നു. ഈ ഫീമെയിലിന്റെ ഓവറി കണ്ട, നമുക്ക് സെയിം പ്ലാന്റിൽ തന്നെ മെയിലും ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻ കാണാൻ പറ്റൂട്ടോ പ്ലാന്റ്സിന്റെ കേസിൽ. ചില ടൈമിൽ രണ്ട് പ്ലാന്റിലായിരിക്കും, ചിലപ്പോ ഒരൊറ്റ പ്ലാന്റിൽ തന്നെ കാണാൻ പറ്റും. ഒറ്റ പ്ലാന്റിൽ കാണുന്നതിന് നമുക്കൊരു എക്സാമ്പിൾ വേണമെങ്കിൽ നമ്മുടെ ഹിബിസ്കസ്, ചെമ്പരത്തിയിലൊക്കെ അങ്ങനെയാണ് കാണുക. അപ്പൊ നമ്മുടെ ഈ ഫ്ലവറിന്റെ ഫീമെയിൽ പാർട്ടായിട്ട് വരുന്നതാണ് ഏത്? ഓവറീസ്. അതെന്താണ് പ്രൊഡ്യൂസ് ചെയ്യുക? എഗ്ഗുകളാണ് പ്രൊഡ്യൂസ് ചെയ്യുക. നമ്മുടെ ആനിമൽസിന്റെ കേസ് എടുത്ത് നോക്കിയേ, ഇതാണ് ഓവം എന്ന് പറയുന്നത്. ഒരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ സ്പേം എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഓവം, ഇതാണ് സ്പേം. അപ്പൊ ഇതൊക്കെയാണ് ഗാമേറ്റ്സ് എന്ന് പറയുന്നത്. നമ്മുടെ പ്ലാന്റ്സിലും അനിമൽസിലും കാണുന്ന ഗാമേറ്റ്സ്. ആനിമൽസിലാണെങ്കിൽ ഏതൊക്കെയാ കാണാ? സ്പേമും എഗ്ഗും. സ്പേം കാണുന്നത് മെയിൽസിലും, എഗ്ഗ് കാണുന്നത് ആരില്ല? ഫീമെയിൽസിലാണ്. പ്ലാന്റ്സിന്റെ കേസ് എടുത്തു നോക്കി കഴിഞ്ഞാൽ മെയിൽ ഗാമേറ്റ് ഏതാ? പൊള്ളൻ ഗ്രെയിൻസ്. ഫീമെയിൽ ഗാമേറ്റ് ഏതാ? എഗ്ഗുകളാണ്. അപ്പോ ഈ പറഞ്ഞ നമ്മുടെ ഗാമേറ്റ്സിലാണ് ഏത് ഡിവിഷൻ നടക്കുന്നത്? മിയോസിസ് എന്ന് പറഞ്ഞ സെൽ ഡിവിഷൻ നടക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് മിയോസിസും മൈറ്റോസിസിൽ നിന്ന് വ്യത്യാസം വരുന്നത്? നമുക്ക് ഇനി നോക്കി നോക്കിയാലോ. ഇവിടെ നോക്കാം. ഇവിടെ നമ്മുടെ പാരന്റ് സെല്ല്, പാരന്റ് സെല്ല്. അപ്പോ പാരന്റ് സെല്ലിലാണ് എന്ത് സംഭവിക്കുക? ഡിവിഷൻ സംഭവിക്കുക അല്ലെ? അപ്പോ പാരന്റ് സെല്ലിൽ ഡിവിഷൻ നടന്ന് ആദ്യം 2 സെല്ലായി, പിന്നെ ഈ 2 സെല്ലിലും പിന്നെയും ഡിവിഷൻ നടന്ന് ഇവിടെ എത്ര ഡോട്ടർ സെൽസ് മൊത്തം ഫോം ചെയ്യുന്നുണ്ട്? ഇതാണ് നമ്മുടെ ഡോട്ടർ സെൽസ്. എത്ര എണ്ണം മൊത്തം ഫോം ചെയ്യുന്നുണ്ട്? 4 എണ്ണം ഉണ്ടാവുന്നുണ്ട് ഇല്ലേ? ഒരു സെൽ ഡിവിഷനിൽ നിന്ന് 4 പുതിയ സെൽസ് ആണ് ഉണ്ടാവുന്നത്. പക്ഷെ മൈറ്റോസിസിന്റെ കേസ് പറഞ്ഞപ്പോ എങ്ങനെയായിരുന്നു? ഒരൊറ്റ സെൽ മൈറ്റോസിസ് എന്ന് പറഞ്ഞ സെൽ ഡിവിഷൻ നടക്കുമ്പോൾ അതിൽ 2 ഡോട്ടർ സെൽസ് ആണ് ഉണ്ടാവണേ. ഇനി ഇവിടെയുള്ള വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇങ്ങനെ സെൽ ഡിവിഷൻ നടക്കുമ്പോൾ നമ്മുടെ ക്രോമസോമിന്റെ നമ്പർ പകുതിയാവുകയാണ് ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ ക്രോമസോം നമ്പർ എത്രയാ? 46 ആണ് അല്ലെ? 46 ക്രോമസോംസാ ഉള്ളത്. അപ്പോ ഒരു കുട്ടി ഉണ്ടാവണം. നമ്മുടെ അമ്മയുടെ വയറ്റില് നമ്മൾ ഉണ്ടാകുമ്പോ അതെങ്ങനെയാ ഉണ്ടാവുക? അച്ഛനിൽ നിന്നുള്ള സ്പേമും അമ്മയിൽ നിന്നുള്ള ഓവവും കൂടി എഗ്സും കൂടിയും എന്ത് ചെയ്യുന്നു? ഫെർട്ടിലൈസ് ചെയ്തിട്ടാണ് പുതിയ ഒരു സെല്ല് ഉണ്ടാവണേ അല്ലെ? അപ്പൊ ആ ഒരു പുതിയ ഉണ്ടാവണ സെല്ലില് എത്ര ക്രോമസോം ഉണ്ടാവും? ഇപ്പൊ നിങ്ങൾ വിചാരിക്കുക, സ്പേമില് 46 ക്രോമസോം ഉണ്ട്, ഫീമെയിലിന്റെ എഗ്ഗില് 46 ക്രോമസോം ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ 46 ഈ 46 കൂടി ചേർന്ന് കഴിഞ്ഞാൽ 92 അല്ലെ? 92 ക്രോമസോംസ് ഉണ്ടാവും. ഈ 92 ക്രോമസോംസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവോ? ഒരു സെല്ലിൽ ഉണ്ടാവോ? ഇല്ല.
നമ്മുടെ എല്ലാ സെല്ലിലും 46 ക്രോമസോംസ് വെച്ചിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യണേ. അപ്പൊ പുതിയ ഉണ്ടാവുന്ന കുട്ടിയിൽ 92 ഉണ്ടായി കഴിഞ്ഞാൽ അത് ശരിയാവോ? ഇല്ല. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റി വരും ഇല്ലേ? എന്തെങ്കിലുമൊക്കെ ഒരു ഡിഫക്റ്റ് ബോഡിയിൽ കാണാനായിട്ട് പറ്റും. അപ്പൊ അതിനു വേണ്ടി നടക്കുന്ന സെൽ ഡിവിഷൻ ആണ് ഏത്? മിയോസിസ്. ഈ മിയോസിസിൽ എങ്ങനെയാണ് സെൽ ഡിവിഷൻ നടക്കണേന്ന് വെച്ചാല്, നമ്മുടെ മിയോസിസ് ഡിവിഷൻ നടക്കുമ്പോൾ അവിടെ ആ ഒരു സ്പേമിലോ എഗ്ഗിലോ 23 നമ്പർ ഓഫ് ക്രോമസോംസ് കാണാൻ പറ്റുക. എത്രയാ? 23. അപ്പൊ സ്പേമിൽ 23 ഉണ്ടോ, ഓണത്തിൽ എഗ്ഗിൽ 23 എണ്ണം. അങ്ങനെ 23 നമ്പർ ഓഫ് ക്രോമസോം ആയിട്ട് ഡിവൈഡ് ചെയ്യലാണ് ഏത് സെൽ ഡിവിഷന്റെ പണി? മിയോസിസ് എന്ന് പറഞ്ഞ സെൽ ഡിവിഷന്റെ പണി. അങ്ങനെ സ്പേമും എഗ്ഗും കൂടി ഫെർട്ടിലൈസ് ചെയ്താൽ നമുക്ക് 46 ക്രോമസോം ഉള്ള പുതിയ ഒരു സെല്ല് കിട്ടും അല്ലെ? അങ്ങനെയാണ് പുതിയ ഒരു കുട്ടി ഉണ്ടാവുമ്പോൾ 46 എന്ന് പറഞ്ഞ് ആ ഒരു ക്രോമസോം നമ്പർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ അവിടെ ആ ഒരു മിയോസിസ് സെൽ ഡിവിഷൻ നടന്നില്ലെങ്കിൽ ഈ 46 ചേർന്ന് 92 ക്രോമസോം ഉള്ള ഒരു കുട്ടി ഉണ്ടാവും. പക്ഷെ അങ്ങനെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാല് ആ ഉണ്ടാവുന്ന പുതിയ ഒരു കുട്ടിയിൽ പല പല ബുദ്ധിമുട്ടുകളും നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് എന്ത് നടക്കണേ? മിയോസിസ് എന്ന് പറഞ്ഞ സെൽ ഡിവിഷൻ നമ്മുടെ റിപ്രൊഡക്റ്റീവ് ഓർഗൻസിലുള്ള സെൽസിൽ നടക്കണത്. ഇനി ഇവിടെ നോക്കാം, ഇറ്റ് ഹെൽപ്സ് ടു ക്രിയേറ്റ് വേരിയേഷൻ എമംഗ് ലിവിങ് ഓർഗാനിസംസ്. കടാ അവിടെ ഒരു സെന്റൻസ് പറയുന്നുണ്ട്, ലിവിങ് ഓർഗാനിസംസിൽ വേരിയേഷൻസ് ഉണ്ടാക്കുന്നു. ഈ മിയോസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സ് വേരിയേഷൻസ് ഉണ്ടാക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതെങ്ങനെയാണ് ഈ വേരിയേഷൻസ് ഉണ്ടാക്കണേ? ഞാൻ പറഞ്ഞില്ലേ, ഈ മിയോസിസ് ഡിവിഷൻ നടക്കുമ്പോൾ 23 ആയിട്ട് മാറണി നമ്മുടെ ക്രോമസോം നമ്പർ. അതായത് സ്പേമില് എങ്കിലും 23 എന്നുള്ള നമ്പറാണ് നമുക്ക് കാണാനായിട്ട് പറ്റുക. അങ്ങനെ മിയോസിസ് ഡിവിഷൻ നടക്കണതിന്റെ ഇടയിൽ ചില വ്യത്യാസങ്ങൾ നമ്മുടെ ജീനിൽ സംഭവിക്കും. ആദ്യം നമ്മൾ പറഞ്ഞിരുന്നു, ജീനിലാണ് നമ്മുടെ എല്ലാ ക്യാരക്ടേഴ്സും ജനറ്റിക് ഇൻഫോർമേഷൻസ് അടങ്ങിയിരിക്കുന്നത്. അപ്പൊ അതിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കും. അപ്പൊ ആ ഒരു ചെറിയ വ്യത്യാസങ്ങളുള്ള ഈ സ്പേമും എഗ്ഗും കൂടിയും ഫെർട്ടിലൈസ് ചെയ്ത് പുതിയ ഒരു കുട്ടി ഉണ്ടാവുമ്പോൾ ആ വേരിയേഷൻസ് ആ കുട്ടിയിലും കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മുടെ കേസ് തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാല് നമുക്ക് അച്ഛന്റെയും അമ്മയുടെയും കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട് ഇല്ലേ? പക്ഷെ അവരിൽ നിന്നും വ്യത്യാസമായിട്ടുള്ള എന്തൊക്കെയോ ക്യാരക്ടേഴ്സ് നമുക്ക് നമ്മളിൽ കാണാൻ പറ്റുന്നുണ്ട് ഇല്ലേ? അവർക്ക് രണ്ടുപേർക്കും ഇല്ലാത്ത വേറെ ഏതൊക്കെയോ പുതിയ ക്യാരക്ടേഴ്സ് നമുക്കുണ്ട്. അപ്പോ നമ്മളെന്ന് പറയണത് അച്ഛന്റെയും അമ്മയുടെയും സെയിം എക്സാക്ട് കോപ്പി എന്ന് പറയാൻ പറ്റില്ല. കാരണം പല വ്യത്യാസങ്ങൾ, വേരിയേഷൻസ് നമ്മുടെ ബോഡിയിൽ കാണാൻ പറ്റുന്നുണ്ട്. ആ വേരിയേഷൻസ് ഉണ്ടാവാനായിട്ട് കാരണം ആരാ? ഈ മിയോസിസ് എന്ന് പറഞ്ഞ സെൽ ഡിവിഷനാ. ഈ മിയോസിസ് എന്ന് പറഞ്ഞ സെൽ ഡിവിഷൻ നടക്കുമ്പോൾ ക്രോമസോമില് അല്ലെ, ക്രോമസോമിലാണല്ലോ ഈ ഡിവിഷൻസ് മെയിൻ ആയിട്ട് വരാം. സെല്ല് ഡിവൈഡ് ചെയ്യുമ്പോൾ അവിടെ ക്രോമസോം നമ്പർ പകുതി ആവണി. അപ്പോ ആ മിയോസിസ് എന്ന് പറഞ്ഞ സെൽ ഡിവിഷൻ നടക്കുമ്പോൾ അവിടെ ക്രോമസോമിൽ ചെറിയ വേരിയേഷൻസ് സംഭവിക്കും. അങ്ങനെ വേരിയേഷൻസ് സംഭവിക്കുമ്പോൾ നമ്മുടെ പുതിയ ഉണ്ടാവണ ഓർഗാനിസങ്ങളിൽ എന്ത് സംഭവിക്കുന്നു? പുതിയ വേരിയേഷൻസ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നു. ചിൽഡ്രൻ റിസംബിൾ ദയർ പാരന്റ്സ് ബട്ട് ആർ നോട്ട് എക്സാക്ട്ലി ദ സെയിം ബിക്കോസ് ഓഫ് ജനറ്റിക് വേരിയേഷൻ. ഈ ജനറ്റിക് വേരിയേഷൻ ഉള്ളത് കൊണ്ടാണ് എന്ത് നമ്മുടെ പുതിയ ഉണ്ടാവുന്ന ചിൽഡ്രൻസില് പുതിയ ക്യാരക്ടേഴ്സ് കാണാനായിട്ട് പറ്റണേ. അപ്പൊ മിയോസിസ് എന്ന് പറഞ്ഞ സെൽ ഡിവിഷൻ നടക്കുമ്പോഴാണ് നമുക്ക് ജനറ്റിക് വേരിയേഷൻസ് ഉണ്ടാവണേ. നമ്മൾ മൈറ്റോസിസിന്റെ കേസ് പറഞ്ഞപ്പോ പറഞ്ഞു, ഈ സെൽ ഡിവിഷൻ നടന്നു കഴിഞ്ഞാല് പാരന്റ് സെല്ലിന്റെ അതേ കോപ്പീസ് ആയിരിക്കും ഏതെന്ന് പറയുന്നത്? ഡോട്ടർ സെൽസ് എന്ന് പറയുന്നത്. ഏത് ഡിവിഷനില്? മിയോസിസ് ഡിവിഷനില്. പക്ഷേ മൈറ്റോസിസ് ഡിവിഷന്റെ കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാല് എന്താണ്? ചെറിയ വേരിയേഷൻസ് നമുക്ക് പുതിയ സെല്ലുകളിൽ കാണാനായിട്ട് പറ്റും. അത് മൈറ്റോസിസും മിയോസിസും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ്. മൈറ്റോസിസില് 2 ഡോട്ടർ സെൽസ് ആണ് ഉണ്ടാവുക. മിയോസിസിന്റെ കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ്? 4 ഡോട്ടർ സെൽസ് ആണ് ഒരൊറ്റ ഡിവിഷനിൽ ഉണ്ടാവണേ. ഇനി അവരുടെ ജനറ്റിക് ഇൻഫോർമേഷന്റെ കാര്യം എങ്ങനെയാ? നമ്മുടെ മൈറ്റോസിസിലാണെങ്കിൽ പാരന്റ് സെല്ലിന്റെ അതേ ജനറ്റിക് ഇൻഫോർമേഷൻ തന്നെയാണ് നമ്മുടെ ഡോട്ടർ സെൽസിന് കോപ്പി ചെയ്ത് കിട്ടണേ. പക്ഷെ മിയോസിസിന്റെ കേസിൽ എങ്ങനെയാണ്? ചില വേരിയേഷൻസ് ഉണ്ടാവാനുണ്ട് അല്ലെ? മിയോസിസിൽ സെൽ ഡിവിഷൻ നടക്കുമ്പോൾ ഉണ്ടാവുന്ന ഡോട്ടർ സെൽസിൽ പല വേരിയേഷൻസ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇനി എങ്ങനെയാണ് മിയോസിസിന്റെ പ്രോസസ് എന്നാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യണേ. ദ പാരന്റ് സെൽ ഡിവൈഡ്സ് ട്വൈസ് അല്ലെ? രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഡിവിഷൻ പ്രൊഡ്യൂസ് 2 ഡോട്ടർ സെൽസ്. 2 പ്രാവശ്യം ഡിവിഷൻ നടക്കുന്നുണ്ട്. അതിൽ ആദ്യം ഡിവിഷൻ നടക്കുമ്പോൾ 2 ഡോട്ടർ സെൽസ് ആണ് ഉണ്ടാവണേ.
ഇനി നോക്കാം, സെക്കൻഡ് ഡിവിഷൻ ഒക്കേഴ്സ് ഇൻ ദ ബോത്ത് ഡോട്ടർ സെൽസ് അല്ലെ. ഈ രണ്ട് ഡോട്ടർ സെൽസിലും പിന്നെയും അടുത്ത ഡിവിഷൻ നടക്കുകയാണ്. അപ്പോ അങ്ങനെ അടുത്തൊരു ഡിവിഷൻ നടക്കുമ്പോൾ നമുക്ക് ഇവിടെ എത്ര സെൽസ് കാണാൻ പറ്റും? 4 സെൽസ് ടോട്ടൽ ഉണ്ട് അല്ലെ. 4 ഡോട്ടർ സെൽസ് ആണ് ലാസ്റ്റ് നമുക്ക് ഈ മിയോസിസ് ഡിവിഷൻ വഴി കിട്ടണത്. അപ്പൊ ഇത്രയൊക്കെയാണ് മിയോസിസ് ഡിവിഷന്റെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. ഓർത്ത് വെക്കേണ്ട പോയിന്റ് എന്തൊക്കെയെന്ന് വെച്ചാല്, മിയോസിസ് നടക്കുക നമ്മുടെ റിപ്രൊഡക്റ്റീവ് ഓർഗൻസിലുള്ള സെൽസിലാണ്, അതായത് ഗ്യാമേറ്റ്സിലാണ് നടക്കുക. പിന്നെ അടുത്തൊരു പോയിന്റ് പറയുന്നത്, മിയോസിസ് സെൽ ഡിവിഷൻ നടന്നാല് 4 ഡോട്ടർ സെൽസ് ആണ് നമുക്ക് കാണാനായിട്ട് പറ്റുക. അതേപോലെ തന്നെ ജനറ്റിക് വേരിയേഷൻസ് ആരിൽ ഉണ്ടാവും? ഈ മിയോസിസിൽ ഉണ്ടാവും. ഈ പോയിന്റ്സ് ഒക്കെ നന്നായിട്ട് ഓർത്ത് വെക്കാട്ടോ. അപ്പോ നമ്മൾ മൈറ്റോസിസ് പഠിച്ചു, മിയോസിസ് പഠിച്ചു. ഇനി ഈ മൈറ്റോസിസ് നടക്കുമ്പോഴും മിയോസിസ് നടക്കുമ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു എറേഴ്സ് സംഭവിച്ചു കഴിഞ്ഞാല് അവിടെ എന്താണ് സംഭവിക്കുക, നമ്മുടെ ബോഡിയിൽ എന്താണ് സംഭവിക്കണേന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോണത്. ഇവിടെ നോക്കാം, നമ്മുടെ സെൽ ഡിവിഷന്റെ ഇമ്പോർട്ടൻസ് ആണ് ആദ്യം പറയണേ. മൈറ്റോസിസ് ആൻഡ് മിയോസിസ് മസ്റ്റ് ഒക്കർ ഇൻ എ പ്രോപ്പർ ആൻഡ് കൺട്രോൾഡ് മാനർ അല്ലെ. അത് പ്രോപ്പർ ആയിട്ടും നല്ല കൺട്രോൾഡ് ആയിട്ടും നടക്കണം അല്ലെ. അത് കറക്റ്റ് ആ ഒരു സ്റ്റെപ്സ് ഫോളോ ചെയ്ത് നല്ല രീതിയിൽ മൈറ്റോസിസ് മിയോസിസ് നടക്കണം. അല്ലെങ്കിൽ നമ്മുടെ പുതിയ ഉണ്ടാവുന്ന സെൽസിൽ പല വ്യത്യാസങ്ങളും നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മളപ്പോ മൈറ്റോസിസ് എന്താണ്, മിയോസിസ് എന്താണെന്ന് ഇപ്പൊ പഠിച്ചു കഴിഞ്ഞു ഇല്ലേ. രണ്ടിന്റെയും വ്യത്യാസങ്ങൾ നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത്, മൈറ്റോസിസിലും മിയോസിസിലും എന്തെങ്കിലും ഒരു എറേഴ്സ് വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക, എന്താണ് ഈ സെൽ ഡിവിഷന്റെ ഇമ്പോർട്ടൻസ് എന്നാണ് നമ്മൾ ഇനി അടുത്ത് പഠിക്കാൻ പോണത്. ഇവിടെ നോക്കാം, ഇമ്പോർട്ടൻസ് ഓഫ് സെൽ ഡിവിഷൻ. മൈറ്റോസിസ് ആൻഡ് മിയോസിസ് മസ്റ്റ് ഒക്കർ ഇൻ എ പ്രോപ്പർ ആൻഡ് കൺട്രോൾഡ് മാനർ അല്ലെ. നല്ല പ്രോപ്പർ ആയിട്ടും കൺട്രോൾഡ് ആയിട്ടും ഏത് പ്രോസസ്സുകൾ നടക്കണം? നമ്മൾ മൈറ്റോസിസും മിയോസിസും നടക്കണം അല്ലെ. നമ്മുടെ ബോഡി ഇതേപോലെ നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്ത് പോണെങ്കിൽ മൈറ്റോസിസും മിയോസിസും ഒക്കെ കറക്റ്റ് ആയിട്ട് നടക്കണം. അതിൽ എന്തെങ്കിലും ഒരു എറേഴ്സ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ എന്ത് സംഭവിക്കും? പല പല അബ്നോർമാലിറ്റീസും നമുക്ക് കാണാനായിട്ട് പറ്റും. അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ വരെ ഉണ്ടാവാനുള്ള സാധ്യത എന്തുണ്ട്? ഈ സെൽ ഡിവിഷൻ കാരണമുണ്ട്. Errors during cell division can cause problems in the body. കണ്ടോ, നമ്മുടെ ബോഡിയിൽ പല പ്രോബ്ലംസ് ഉണ്ടാക്കാനായിട്ട് ഈ സെൽ ഡിവിഷൻ കാരണമായേക്കാം. അതിൽ എറേഴ്സ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ. അപ്പൊ ആദ്യം നമുക്ക് മൈറ്റോസിസിൽ എന്തെങ്കിലും ഒരു എറർ വന്നാല് എന്തൊക്കെയാണ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ എന്ന് നോക്കാം. കോസ് അൺകൺട്രോൾഡ് സെൽ ഡിവിഷൻ. സെല്ല് കൺട്രോൾ ഇല്ലാതെ ഇങ്ങനെ ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ കൺട്രോൾ ഇല്ലാണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ചെറിയ ചെറിയ മറ്റേ മുഴകൾ പോലെ കാണാനായിട്ട് പറ്റും നമ്മുടെ ബോഡിയിൽ. കാരണം നമ്മ മൈറ്റോസിസിന്റെ ഫംഗ്ഷൻ പറഞ്ഞപ്പോ പറഞ്ഞു, അത് നമ്മുടെ ബോഡിയുടെ സ്ട്രക്ചറിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇല്ലേ. അപ്പോ ഇതിങ്ങനെ ഒരു അൺകൺട്രോൾഡ് മാനറിലാണ് നമ്മുടെ ഈ സെൽ ഡിവിഷൻ നടക്കണമെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? നമുക്ക് ഇങ്ങനെ ഇപ്പൊ നമ്മുടെ കൈയുടെ ഭാഗത്താണ് നടക്കണമെങ്കിൽ അവിടെ ഒരു ചെറിയൊരു പ്രൊജക്ഷൻ പോലെ കാണാം. കാരണം അൺവാണ്ടഡ് ആയിട്ട് സെൽസ് ഡിവൈഡ് ചെയ്യണേ അല്ലെ. അപ്പൊ അത് നമുക്കൊരു പ്രൊജക്ഷൻ പോലെ കാണും. അപ്പൊ നമ്മുടെ ബോഡിയുടെ സ്ട്രക്ചർ തന്നെ അത് മാറ്റിക്കളയും. അടുത്തത് ക്യാൻ ലീഡ് ടു ട്യൂമർ ഫോർമേഷൻ. ഇങ്ങനെ ഈ അൺകൺട്രോൾഡ് ആയിട്ട് സെൽസ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാല് അത് നമുക്ക് ആവശ്യമില്ലാത്ത സെല്ലുകൾ അല്ലെ. അപ്പൊ അത് ട്യൂമറിന് വരെയും കാരണം. ട്യൂമർ എന്ന് പറഞ്ഞാൽ ക്യാൻസർ സെൽസ് ആയിട്ട് മാറുകയാണ് ചെയ്യുക. മേ പ്രൊഡ്യൂസ് അബ്നോർമൽ നമ്പർ ഓഫ് ക്രോമസോംസ് ഇൻ ദ ബോഡി സെൽസ്. നമ്മൾ പറഞ്ഞു, ഈ സെൽ മൈറ്റോസിസ് സെൽ ഡിവിഷൻ നടക്കുമ്പോൾ 46 നമ്പർ ഓഫ് ക്രോമസോം സെൽസ് ആണ് നമ്മുടെ പുതിയ ഡോട്ടർ സെൽസിൽ കാണാം. ഇനി അൺകൺട്രോൾഡ് ആയിട്ട് സെൽ ഡിവിഷൻ നടന്നു കഴിഞ്ഞാല് ആ ഒരു ക്രോമസോം നമ്പറിൽ വ്യത്യാസം വരും. കാരണം ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കല്ലേ. അപ്പൊ അതിൽ ചെറിയ ചെറിയ ക്രോമസോം നമ്പറിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും. ആ ക്രോമസോം നമ്പറിൽ ചെറിയ വ്യത്യാസങ്ങൾ വന്നാൽ നമ്മുടെ ബോഡിയിൽ പല അബ്നോർമാലിറ്റീസും കാണാം. ഒരു നോർമൽ ബോഡി സ്ട്രക്ചർ ആയിരിക്കില്ല നമുക്ക് ഉണ്ടാവാം. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ മൈറ്റോസിസില് എന്തെങ്കിലും എറേഴ്സ് വന്നാൽ നമുക്ക് കാണാനായിട്ട് പറ്റാം. അപ്പൊ ഈ 3 പോയിന്റ്സ് എന്ത് ചെയ്യാ, പഠിച്ചു വെക്കാം. ഇനി അടുത്തത് മിയോസിസ് സെൽ ഡിവിഷനിൽ എന്തെങ്കിലും ഒരു എറേഴ്സ് സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാന്ന് നോക്കാം. ജനറ്റിക് ഡിസോർഡേഴ്സ്. ആദ്യത്തെ പോയിന്റ് ആണ് ജനറ്റിക് ഡിസോർഡേഴ്സ്. അതായത് ജനറ്റിക്കലി നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. വൈകല്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ എന്ത് വഴി ഉണ്ടാവും? ഈ മിയോസിസില് എന്തെങ്കിലും എറേഴ്സ് സംഭവിച്ചാൽ ഉണ്ടാവും. ജനറ്റിക്കലി നമുക്ക് എന്ത് ചെയ്യും? ആ ഒരു ക്യാരക്ടർ, വേണ്ടാത്ത ഒരു ക്യാരക്ടർ നമ്മുടെ ബോഡിയിലേക്ക് കിട്ടും. ഇനി ലീഡ്സ് ടു ഡിസ്റ്റിങ്ക്റ്റീവ് ഫിസിക്കൽ ഫീച്ചേഴ്സ്. അപ്പൊ
ഞാൻ പറഞ്ഞു ഈ ഡിസോർഡേഴ്സ് വരുമ്പോ നമ്മുടെ ഫിസിക്കലി ഉള്ള ഇപ്പൊ നമ്മൾ നോർമൽ ആണ് അല്ലേ? അപ്പൊ അതിൽ എന്തെങ്കിലും ഒരു വ്യത്യാസങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ മിയോസിസ് ഡിവിഷനിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വന്നാൽ ഉണ്ടാവുന്ന കുട്ടിയിൽ എന്ത് സംഭവിക്കും? വേറെ പുതിയ പുതിയ ഫിസിക്കൽ ഫീച്ചേഴ്സ് ഉണ്ടാവാനായിട്ട് കാരണമാവും. ഇനി റെഡ്യൂസ്ഡ് ഫെർട്ടിലിറ്റി നമ്മൾ പറഞ്ഞു, ഈ മിയോസിസ് എന്ന് പറഞ്ഞ സെൽ ഡിവിഷൻ എവിടെയാണ് നടക്കുക? നമ്മുടെ റിപ്രൊഡക്റ്റീവ് ഓർഗൻസിലാണ് നടക്കുക. അപ്പോ അത് എന്തിന് കാരണമാവും? അതിലുണ്ടാവുന്ന എറേഴ്സ് എന്തിന് കാരണമാവും? നമ്മുടെ ഫെർട്ടിലിറ്റി, ആ ഫെർട്ടിലിറ്റിനെ എഫക്ട് ചെയ്യാനായിട്ട് ആര് കാരണമാവും? ഈ മിയോസിസിലുള്ള എറേഴ്സ് കാരണമാകും. അപ്പോ ഈ നമ്മുടെ ഓവത്തിന്റെയും സ്പേമിന്റെയും പ്രൊഡക്ഷനിൽ വ്യത്യാസങ്ങൾ വരുത്തും. അതേപോലെ തന്നെ ആ ഓവത്തിന്റെയും സ്പേമിന്റെയും ഹെൽത്ത് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും ഈ മിയോസിസിൽ എന്തെങ്കിലും എറേഴ്സ് സംഭവിക്കുമ്പോൾ. അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് ഇതിൽ പോയിന്റ്സ് പഠിക്കാനുള്ളത്. മൈറ്റോസിസിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാല്, എറേഴ്സ് വന്നാല് എന്തൊക്കെ വ്യത്യാസങ്ങളാണ് നമ്മുടെ ബോഡി കാണാന്ന് പഠിക്കുക. അതേപോലെ തന്നെ മിയോസിസിൽ എന്തെങ്കിലും ഒരു എറേഴ്സ് വന്നാല് എന്തൊക്കെ വ്യത്യാസങ്ങളാണ് നമ്മുടെ ബോഡിയിൽ കാണാന്ന് അതും പഠിച്ചു വെക്കാം. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് സെൽ തിയറിയാണ്. അപ്പോ നമ്മൾ സെല്ലിനെ പറ്റി പഠിച്ചു, സെൽ ഓർഗനൽസിനെ പറ്റി പഠിച്ചു, അതിന്റെ ഫങ്ഷൻസ് പഠിച്ചു. പിന്നെ ഇപ്പൊ സെൽ എങ്ങനെയാ ഡിവൈഡ് ചെയ്ത് നമ്മൾ ഗ്രോ ചെയ്യണേ എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു ഇല്ലേ? അപ്പോ ഈ സെല്ലിനെ ബേസ് ചെയ്തുകൊണ്ട്, സെൽ എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു തിയറി പുതിയതായി കൊണ്ടുവന്നിരുന്നു. അപ്പൊ അതിനു വേണ്ടി ഹെൽപ്പ് ചെയ്ത കുറച്ച് സയന്റിസ്റ്റുകളാണ് ഇവിടെ ഇമേജ് കൊടുത്തേക്കണേ. അപ്പൊ എങ്ങനെയാണ് സെൽ തിയറി ഉണ്ടായെന്നാണ് പറയണേ. അതായത് സെൽ തിയറിയിൽ മെയിൻ ആയിട്ട് പറയുന്നത് എല്ലാ ഓർഗാനിസംസ് ഉണ്ടാക്കിയേക്കുന്നത് സെല്ല് വെച്ചിട്ടാണ് എന്നുള്ളൊരു മെയിൻ കൺസെപ്റ്റ് ആണ് പറയുന്നത്. അതേപോലെ തന്നെ പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സെൽസിൽ നിന്നാണ് പുതിയ സെൽസ് ഉണ്ടാവണേ. ഇതൊക്കെയാണ് സെൽ തിയറിയിൽ മെയിൻ ആയിട്ട് കൺസെപ്റ്റ് പറയണേ. അപ്പൊ ഈ ഒരു സെൽ തിയറി ഉണ്ടാക്കാനായിട്ട് ആരൊക്കെ കൺസെപ്റ്റുകളാണ് ഹെൽപ്പ് ചെയ്തതെന്നാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ആദ്യത്തെ ആളുടെ പേര് നോക്കിയേ. അതിന് മുമ്പ് പറയുന്നുണ്ട് ഓൾ ലിവിങ് ഓർഗാനിസംസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽസ് അല്ലെ? ലിവിങ് ഓർഗാനിസംസ് എല്ലാം ഉണ്ടാക്കിയേക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? നമ്മുടെ സെൽസ് വെച്ചിട്ടാണ്. അപ്പൊ ആദ്യം നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് മാത്തിയാസ് ക്ലീഡൻ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റിന്റെ കൺസെപ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ പിക്ചർ ഒന്ന് നോക്കിക്കോ. ഇദ്ദേഹമാണ് മാത്തിയാസ് ക്ലീഡൻ. അപ്പോ ഇദ്ദേഹം പറഞ്ഞത് എന്തെന്ന് വെച്ചാല് ഓൾ പ്ലാന്റ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്. എല്ലാ പ്ലാന്റ്സ് എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കണേ? പ്ലാന്റ്സും സെൽസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കണേ. ഓൾ പ്ലാന്റ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്. അതാണ് അദ്ദേഹത്തിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ആളാരാ? തിയോഡോർ ഷാൻ അല്ലെ? തിയോഡോർ ഷാൻ ആണ് അടുത്ത ആള്. ഇവിടെ നോക്കാം, അദ്ദേഹത്തിന്റെ ഫോട്ടോ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം എന്താണ് പറഞ്ഞേ? ഓൾ അനിമൽസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽസ് അല്ലെ? എല്ലാ അനിമൽസും എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കണേ? സെൽസ് വെച്ചിട്ടാണ്. അപ്പൊ മാത്തിയാസ് ക്ലീഡൻ എന്താണ് പറഞ്ഞത്? പ്ലാന്റ്സ് എല്ലാം സെൽസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കണേ. ഇവിടെ തിയോഡോർ ഷാൻ എന്താണ് പറഞ്ഞത്? എല്ലാ അനിമൽസും ഉണ്ടാക്കിയേക്കുന്നത് സെൽസ് വെച്ചിട്ടാണ്. ഇനി അടുത്ത ആളുടെ കൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. ആരാണ് അടുത്തത്? റുഡോൾഫ് വിർച്ചോ. അപ്പൊ ഇദ്ദേഹം എന്താണ് പറഞ്ഞത് നോക്കിയേ? The new cells arise from pre-existing cells. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യം തന്നെ. പുതിയ സെൽസ് ഉണ്ടാവുന്നത് എവിടെ നിന്നാണ്? പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സെൽസിൽ നിന്നാണ് പുതിയ സെൽസ് ഉണ്ടാവണേ. അപ്പൊ ഇവരുടെ 3 പേരുടെയും കൂടി കൺസെപ്റ്റ് കമ്പൈൻ ചെയ്തിട്ടാണ് എന്തുണ്ടാക്കിയേക്കണേ? നമ്മുടെ സെൽ തിയറി ഉണ്ടാക്കിയേക്കണേ. അപ്പൊ സെൽ തിയറി എന്താന്ന് നമുക്ക് നോക്കിയാലോ? അക്കോർഡിംഗ് ടു സെൽ തിയറി all living organisms are made up of one or more cells അല്ലെ? എല്ലാ ഓർഗാനിസംസ് എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കണേ? സെൽസ് വെച്ചിട്ടാണ്. ഒന്നോ അതിലധികമോ സെൽസ് ചേർന്നിട്ടാണ് എന്തുണ്ടായേക്കണേ? എല്ലാ ലിവിങ് ഓർഗാനിസംസും ഉണ്ടായേക്കണത്. അതാണ് ഫസ്റ്റ് പോയിന്റ്. ഇത് ഒന്നാമത്തെ പോയിന്റ്. The cells is the basic unit of structure and function in living organism. അടുത്ത പോയിന്റ്, നമ്മുടെ ബോഡിയിലെ എല്ലാ ഫങ്ഷൻസും എല്ലാം നടക്കണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ ഈ സെൽസ് വേണം. അപ്പൊ സെൽ എന്ന് പറയുന്നത് എന്താണ്? ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ്. നമ്മുടെ ലൈഫിന്റെ ബേസിക് ആയിട്ടുള്ള അടിസ്ഥാന ഘടകമാണ് ഏതെന്ന് പറയുന്നത്? സെല്ല് എന്ന് പറയുന്നത്. അതാണ് ഇതിലത്തെ രണ്ടാമത്തെ പോയിന്റ്. അടുത്ത പോയിന്റ് നോക്കിയാൽ മൂന്നാമത്തെ പോയിന്റ് എന്താ? All cells arise from pre-existing cells. ലാസ്റ്റ് പറഞ്ഞത് അല്ലെ? റുഡോൾഫ് വിർച്ചോ പറഞ്ഞ ആ ഒരു സെന്റൻസ് ആണ്. എല്ലാ സെൽസും എവിടെ നിന്നാണ് ഉണ്ടാവണേ? പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സെൽസിൽ നിന്നാണ് എല്ലാ സെൽസും ഉണ്ടാവണേ. പ്രീ എക്സിസ്റ്റിംഗ് എന്ന് പറയുന്നത്
മുന്നേ അവിടെ ഉണ്ടായ സെല്ല്, അതാണ് നമ്മുടെ പാരന്റ് സെല്ല്. അപ്പൊ ആ പാരന്റ് സെല്ലിൽ നിന്നാണ് ആരുണ്ടാവണേ? എല്ലാ പുതിയ സെൽസും ഉണ്ടാവണേ. ഇപ്പൊ ഈ 3 പോയിന്റ്സ് ആണ് നമ്മുടെ സെൽ തിയറിയിൽ വരുന്നത്. ആ 3 പോയിന്റ് എഴുതിയാൽ തന്നെയാണ് സെൽ തിയറിയുടെ മാർക്ക് കിട്ടുള്ളൂ. ഈ 3 പോയിന്റ് ഇൻക്ലൂഡ് ചെയ്തതാണ് നമ്മുടെ സെൽ തിയറി എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് പോയിന്റ്? ഓൾ ലിവിങ് ഓർഗാനിസംസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് 1 or more cells. അടുത്ത പോയിന്റ് ഏതാ? The cell is the basic unit of structure and function in living organisms. മൂന്നാമത്തെ പോയിന്റ് ഏതാ? All cells arise from pre-existing cells. ഈ 3 പോയിന്റ് എഴുതി വെക്കണം നമ്മുടെ സെൽ തിയറി ചോദിക്കുമ്പോൾ. അപ്പോ നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത്, നമ്മുടെ സെൽസ് എപ്പോഴും ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ അല്ലെങ്കിൽ എപ്പോഴും ഗ്രോത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് നോക്കേണ്ടത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാല് നമ്മുടെ ബോഡിയിൽ പല പല മാറ്റങ്ങൾ എപ്പോഴും കാണുന്നുണ്ട് അല്ലേ? അപ്പൊ സെല്ല് ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ സെല്ലിന് ലൈഫ് സ്പാൻ ഉണ്ട്, ഒരു കാലയളവുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും? ഡെഡായി പോകും. അപ്പോ അവർക്ക് ഫങ്ഷൻ ചെയ്യാൻ പറ്റാണ്ടാവുമ്പോ അവർ പതിയെ എന്ത് ചെയ്യും? ഡെഡായി പോകും. അങ്ങനെ ഡെഡായി പോയ സെൽസിനെ റീപ്ലേസ് ചെയ്യാനായിട്ട് എന്ത് വരും? പുതിയ സെൽസ് വരും. ഈ മൈറ്റോസിസ് ഡിവിഷൻ വഴിയൊക്കെ പുതിയ സെൽസ് വരും. അപ്പൊ നമ്മുടെ ബോഡിയിൽ ഈ സെൽ ഡിവിഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ് അല്ലെ? അപ്പൊ സെൽ ഡിവിഷൻ പഴയ സെല്ലുകളെ മാറ്റിയിട്ട് പുതിയ സെല്ലുകളെ കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മ പറഞ്ഞിരുന്നു, നമുക്ക് എന്തെങ്കിലും ഒരു ഇഞ്ചുറീസ് ഒക്കെ പറ്റുമ്പോ അവിടെ സെൽസിനെ റീപ്ലേസ് ചെയ്യാനായിട്ട് ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഈ സെൽ ഡിവിഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ പോയിന്റ്സ് നോക്കാം. സെൽ ഗ്രോ ആൻഡ് ഡിവൈഡ് ഇൻ എ കൺട്രോൾഡ് മാനർ അല്ലെ? സെല്ല് ഒരു കൺട്രോൾഡ് മാനറിലാണ്, എപ്പോഴും കൺട്രോളിലാണ് ഡിവൈഡ് ചെയ്യുക. നമ്മൾ പറഞ്ഞു അൺകൺട്രോൾഡ് ഡിവിഷൻ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ട്യൂമറിന് കാരണമാവും ഇല്ലേ? അപ്പൊ ഒരു കൺട്രോൾ ചെയ്തിട്ടാണ് ഏത് നടക്കുക? നമ്മുടെ സെൽ ഡിവിഷൻ നടക്കുക. ദേ പെർഫോം സ്പെസിഫിക് ഫങ്ഷൻസ് അല്ലെ? ഓരോ സെല്ലിനും അതിൻ്റെതായ ഫങ്ഷൻസ് ഉണ്ട് ഇല്ലേ? നമ്മുടെ ഓരോ ബോഡി പാർട്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവിടുത്തെ സെൽസുകളെ ഫങ്ഷൻസ് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ എല്ലാത്തിനും അതിൻ്റെതായ ഫങ്ഷൻസ് ഉണ്ട്. സെൽസ് ഡൈ വെൻ ദേ ആർ നോട്ട് ലോങ്ങർ നീഡർ. ആവശ്യമില്ലാതായി കഴിഞ്ഞാൽ, അതായത് അത് പണിയെടുത്ത അതിന്റെ എല്ലാ എനർജിയും തീർന്നു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? പതുക്കെ ഡെഡ് ആയി പോകും. ഡെഡ് സെൽസ് ആർ റീപ്ലേസ്ഡ് ബൈ ന്യൂ സെൽസ് അല്ലെ? അങ്ങനെ ഡെഡ് ആയി പോയ സെൽസ് അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ അവിടെ പിന്നെ വേറെ പുതിയ സെൽസ് വരണം ആ ഫങ്ഷൻ ചെയ്യാനായിട്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? പുതിയ സെൽസ് അവിടെ ഫോം ചെയ്യും. Every cell has a definite lifespan. നമ്മൾ നേരത്തെ പറഞ്ഞു എല്ലാ സെൽസിനും അതിൻ്റെതായ എന്തുണ്ട്? ലൈഫ് സ്പാൻ ഉണ്ട്. Problems occur if cell die too early or fail to die when required. അപ്പോ സെല്ലുകള് അതിന്റെ ആ ലൈഫ് സ്പാൻ കഴിഞ്ഞിട്ട് ഡൈ ആയി പോയെങ്കിലും പ്രശ്നമാണ്, അല്ലെങ്കിൽ ആ ഒരു ലൈഫ് സ്പാനിന് മുമ്പേ അത് ഡൈ ആയി പോയാലും പ്രശ്നമാണ്. രണ്ടും പ്രശ്നമാണ്. അപ്പോ ലൈഫ് സ്പാന് തൊട്ട് മുമ്പും ആ സെല്ല് ഇല്ലാണ്ടായി പോയാൽ അതും പ്രശ്നമാണ്. ലൈഫ് സ്പാൻ കഴിഞ്ഞിട്ടും അത് അവിടെ തന്നെ ലീവ് ചെയ്താൽ അല്ലെങ്കിൽ ജീവിച്ചാല് അതും പ്രശ്നമാണ്. അപ്പോ ഇതൊക്കെ എന്തിന് കാരണമാവും? നമ്മുടെ ബോഡിയിൽ പല മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് കാരണമാവും ഇല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ട്യൂമേഴ്സ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് എന്തിന് കാരണമാവും? ഏത് കാരണമാവും? ഈ ഒരു അവസ്ഥ കാരണമാവും. അപ്പോ നമുക്ക് അതിനെ ബേസ് ചെയ്ത് പഠിക്കാനുള്ള ഒരു കാര്യമാണ് കോണ്ടാക്ട് ഇൻഹിബിഷൻ. ഇൻഹിബിറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? തടസ്സപ്പെടുത്താം അല്ലെ? അപ്പോ എന്താണ് ഇവിടെ ഇൻഹിബിറ്റ് ചെയ്യണേന്ന് നമുക്ക് നോക്കാം. ഇൻ മെനി അനിമൽ സെൽസ് ഡിവിഷൻ സ്റ്റോപ്പ് വെൻ സെൽസ് ടച്ച് നൈബറിംഗ് സെൽസ്. കണ്ടാ ഈ ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും. നമ്മൾ ഈ സെൽ ഡിവിഷൻ നടക്കുമ്പോൾ തൊട്ടടുത്തുള്ള സെൽസിനായിട്ട് ഇവർ ടച്ച് ചെയ്തു എന്ന് വിചാരിക്കാം. ടച്ച് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു കോണ്ടാക്ട് ഇൻഹിബിഷൻ നടക്കും. അതായത് സെല്ലിന്റെ ഡിവിഷൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. കാരണം ഇപ്പൊ ഈ സെൽസ് ആണ് ഇല്ലാണ്ടായി, എന്തെങ്കിലും നമുക്കൊരു ഇഞ്ചുറി പറ്റിയിട്ട് ആ സെല്ല് ഇല്ലാണ്ടായി. അപ്പോ അവിടെ ഈ സെൽ മൈറ്റോസിസ് എന്ന് പറഞ്ഞ സെൽ ഡിവിഷൻ നടക്കുകയാണ്. മൈറ്റോസിസ് എന്ന് പറഞ്ഞ സെൽ ഡിവിഷൻ നടന്ന് 2 സെല്ല് ഉണ്ടായി. ഇനി അവിടെ അടുത്ത പുതിയ സെല്ല് ഉണ്ടാകാനുള്ള സ്പേസ് ഉണ്ടാ? ഇല്ല. അപ്പോ കോണ്ടാക്ട് ഇൻഹിബിഷൻ എന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻ ആണ് അവിടെ നടക്കണേ. തൊട്ടടുത്തുള്ള നൈബറിംഗ് ആയിട്ടുള്ള സെല്ല്, തൊട്ടടുത്ത് കിടക്കണ സെൽസിനായിട്ട് പുതിയ ഉണ്ടായ സെൽസിന് ഒരു കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ വെച്ച് നമ്മുടെ സെൽ ഡിവിഷൻ സ്റ്റോപ്പ് ആവും. കാരണം നമുക്ക് അവിടെ അത്രയും സെൽസ് മതി. അപ്പൊ ഈ കോണ്ടാക്ട് ഇൻഹിബിഷൻ വഴി നമുക്ക് നമ്മുടെ സെൽ ഡിവിഷനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ദിസ് കൺട്രോൾ മെക്കാനിസം ഈസ് കോൾഡ് കോണ്ടാക്ട് ഇൻഹിബിഷൻ. ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്ന മെക്കാനിസത്തിനെ പറയുന്ന പേരാണ് എന്ത്? കോണ്ടാക്ട് ഇൻഹിബിഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇവിടെ നോക്കാം. നമ്മുടെ ക്യാൻസർ സെല്ലാണ് ഈ കൊടുത്തേക്കണേ, ട്യൂമേഴ്സ് ഉള്ള സെൽസ് ആണ് ഈ കൊടുത്തേക്കണേ.
അപ്പോ ഈ ക്യാൻസർ സെല്ലില് എന്താ സംഭവിക്കണേന്ന് വെച്ചാല് നമ്മൾ ഈ കോണ്ടാക്ട് ഇൻഹിബിഷൻ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു അൺകൺട്രോൾഡ് ഡിവിഷൻസ് ആണ് സംഭവിക്കണേന്ന് പറഞ്ഞു ഇല്ലേ? കൺട്രോൾ ഇല്ലാണ്ട് കുറേ സെൽസ് പുതിയത് ഉണ്ടാവും. അപ്പൊ അതൊന്നും നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ളതല്ല. അത് ഈ കോണ്ടാക്ട് ഇൻഹിബിഷൻ എന്ന് പറയുന്ന ആ ഒരു മെക്കാനിസം ഫെയിൽ ആകുമ്പോഴാണ് എന്ത് സംഭവിക്കണേ? ഈ ട്യൂമേഴ്സ് ഒക്കെ ഉണ്ടാവണേ, അൺകൺട്രോൾഡ് ഡിവിഷൻ ഉണ്ടാവണേ. അപ്പൊ ഈ കോണ്ടാക്ട് ഇൻഹിബിഷൻ നഷ്ടപ്പെട്ടാൽ അൺകൺട്രോൾഡ് ആയിട്ടുള്ള സെൽ ഡിവിഷൻ നടക്കും അവിടെ. നോക്കാം, ക്യാൻസർ സെൽ ലോസ് കോണ്ടാക്ട് ഇൻഹിബിഷൻ, they continue dividing uncontrollably, this lead to the formation of tumors. നമ്മൾ ഇപ്പൊ പറഞ്ഞ കാര്യം അല്ലേ? ഇനി ഇത് നമ്മൾ അനിമൽസിന്റെ കേസാണ് പറഞ്ഞത്. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനിമൽസിന്റെ കേസിലാണ് ഈ കോണ്ടാക്ട് ഇൻഹിബിഷന്റെ കാര്യം പറഞ്ഞത്. ഇനി നമ്മൾ പ്ലാന്റ്സിന്റെ കേസ് എടുത്ത് നോക്കാം. പ്ലാന്റ്സിന്റെ കേസിൽ നമുക്ക് ഈ കോണ്ടാക്ട് ഇൻഹിബിഷൻ ഒന്നും അങ്ങനെ കാണാൻ പറ്റില്ല. കാരണം പ്ലാന്റ്സിന്റെ സെൽ വാൾ എന്ന് പറയുന്നത് ഭയങ്കര റിജിഡ് ആണ്. അപ്പൊ റിജിഡ് ആയതുകൊണ്ട് തന്നെ അവിടെ കോണ്ടാക്ട് ഇൻഹിബിഷനുള്ള ചാൻസ് ഇല്ല. ഇവിടെ നോക്കാം, പ്ലാന്റ്സ് ഹാവ് റിജിഡ് സെൽ വാൾ, ദേ ഡു നോട്ട് ഷോ കോണ്ടാക്ട് ഇൻഹിബിഷൻ, therefore they follow different pattern of growth. അവര് നമ്മളെക്കാളും വ്യത്യസ്തമായ ഒരു ഗ്രോത്ത് പാറ്റേൺ ആണ് ആര് കാണിക്കുക? ഈ പ്ലാന്റ് സെൽസ് കാണിക്കാം. അപ്പോ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ആദ്യം ഇട്ട 2 വീഡിയോസ് എല്ലാവരും നന്നായി കാണുക, അതിലത്തെ എല്ലാ കണ്ടന്റ്സും പഠിക്കുക. അതിൽ ഓരോ സെൽ ഓർഗനൽസിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. അപ്പൊ അതൊക്കെ നമ്മൾ നന്നായി പഠിക്കണം. ഓക്കെ, ഇനി നമ്മളിപ്പോ സെല്ലിനെ പറ്റി പഠിച്ചു ഇല്ലേ? ഞാൻ പറഞ്ഞു സെൽ ഓർഗനൽസും അതിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചു. അപ്പൊ ഈ സെൽസിന്റെ ഫംഗ്ഷൻ എന്താണെന്നും കൂടി നമുക്ക് നോക്കണം. ഒന്ന് ഈ പാഠത്തിന് മൊത്തത്തിൽ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് സെല്ലിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് നമ്മ ഒന്ന് പഠിക്കുകയാണ്. നോക്കിയേ, പ്രൊഡ്യൂസ് എനർജി അല്ലെ? നമ്മുടെ സെല്ല് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മൈറ്റോകോൺട്രിയയുടെ കാര്യം പറഞ്ഞപ്പോ മൈറ്റോകോൺട്രിയ എന്താ? പവർ ഹൗസ് ഓഫ് ദ സെൽ. എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ ഈ മൈറ്റോകോൺട്രിയയിലാണ് അല്ലെ? അതേപോലെ തന്നെ സിന്തസൈസ് സബ്സ്റ്റൻസസ്, നമ്മുടെ ബോഡിയിൽ പല പല സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ആര് സഹായിക്കുന്നുണ്ട്? ഈ നമ്മുടെ സെല്ല് സഹായിക്കുന്നുണ്ട്. നമ്മൾ പഠിച്ചിരുന്നു പ്രോട്ടീൻസ്, ഹോർമോൺസ് ഒക്കെ സിന്തസൈസ് ചെയ്യാനായിട്ട് സെല്ല് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇല്ലേ? അതേപോലെ തന്നെ സെക്രീറ്റ് സബ്സ്റ്റൻസസ്, നമ്മുടെ ബോഡിക്ക് ആവശ്യമില്ലാത്തതും ആവശ്യമുള്ളതായ പല സബ്സ്റ്റൻസ് സെക്രീറ്റ് ചെയ്യാനായിട്ട്, അതായത് ഒരു സെല്ലിൽ നിന്ന് അടുത്ത സെല്ലിലേക്ക് സെക്രീറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ബോഡിക്ക് ആവശ്യമില്ലാത്ത സംഭവങ്ങൾ സെക്രീറ്റ് ചെയ്തായ അതൊരു എക്സാമ്പിൾ ആണ് നമ്മൾ സ്വെറ്റ് ചെയ്യുന്നത്, വിയർക്കണത് അല്ലെ? നമ്മുടെ ബോഡിയിൽ ഉള്ള എക്സസ് ആയിട്ടുള്ള സോൾട്ടും വാട്ടറും ആണ് എന്ത് ചെയ്യണേ? നമ്മുടെ ബോഡിയിൽ സ്വെറ്റ് ആയിട്ട് പുറത്തേക്ക് വരണേ. അപ്പൊ അതൊരു സെക്രീഷൻ ആണ്. അപ്പൊ സെക്രീഷനും ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? നമ്മുടെ സെൽസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ് അടുത്ത പോയിന്റ്? ഡിവൈഡ് ടു ഫോം ന്യൂ സെൽസ് അല്ലെ? പുതിയ സെല്ലുകൾ ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ മൈറ്റോസിസും മിയോസിസും ഒക്കെ പഠിച്ചു അല്ലെ? അപ്പൊ അതിനൊക്കെ ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഈ സെല്ലുകൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വർക്ക് ടുഗദർ ടു മെയിൻറ്റെയിൻ ബോഡി ഫങ്ഷൻ. എല്ലാ സെൽസും ചേർന്നിട്ട് എന്ത് ചെയ്യുന്നു? ഒരുമിച്ച് വർക്ക് ചെയ്ത് നമ്മുടെ ബോഡിയുടെ ഫങ്ഷൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോയാൽ. നമ്മൾ പറഞ്ഞിരുന്നു പല പല ഭാഗത്തുള്ള സെല്ലുകൾക്ക് പല പല ഫങ്ഷൻസ് ആയിരിക്കും. അപ്പോ ഇവരെല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമാണ് നമ്മുടെ ബോഡി നല്ല കൺട്രോൾഡ് മാനറിൽ വർക്ക് ചെയ്യുന്നത് അല്ലെ? അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ നമ്മുടെ ബോഡിയിൽ കാണാനായിട്ട് പറ്റും. അപ്പൊ എല്ലാ സെൽസ് എന്തിനു സഹായിക്കുന്നു? ഒരേപോലെ ഒരേ സമയത്ത് വർക്ക് ചെയ്ത് നമ്മുടെ ബോഡിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ആര് സഹായിക്കുന്നുണ്ട്? ഈ സെൽസ് സഹായിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ മൊത്തത്തിൽ ചാപ്റ്ററിന്റെ ആ സെല്ല് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റിന്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഫങ്ഷൻസ് ഓഫ് സെൽ. അപ്പോ അത് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കാം. അപ്പോ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ നമുക്ക് എന്ത് ചെയ്യാനുള്ള ഡിസ്കസ് ചെയ്യാനുള്ള. അതേപോലെ തന്നെ ഓരോ ടോപ്പിക്ക് നന്നായി ഇരുന്ന് പഠിക്കുക. അതില് നമ്മുടെ സെൽ ഓർഗനൽസ് ഒക്കെ നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. അപ്പൊ ഓരോന്നിന്റെ ഫങ്ഷൻസ് കൃത്യമായി പഠിച്ചു വെക്കുക. അതേപോലെ തന്നെ സെൽ ഡിവിഷൻസ്, അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ആ സെൽ ഡിവിഷൻ എന്താണെന്നും മൈറ്റോസിസിലും മിയോസിസിലും എന്തൊക്കെ പ്രോസസ്സാണ് നടക്കണേന്നും കൃത്യമായി പഠിച്ചു വെക്കുക. അതേപോലെ തന്നെ നന്നായിട്ട് ഈ പാഠം എന്ത് ചെയ്യുക? ഈ വീഡിയോസ് ഒക്കെ കണ്ട് പഠിച്ച് റിവൈസ് ചെയ്യാനായിട്ട് നോക്കാം. അപ്പോ ഇനി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.